പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. ആധ്യാത്മിക ചൈതന്യത്താൽ ഞങ്ങളെ ഉണർത്തണമേ. ദൈവിക കാര്യങ്ങളുടെ ചിന്തകളാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആലോചന കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ചിന്തയിലും ഓർമ്മയിലും എപ്പോഴും അങ്ങയുടെ വചനവും അങ്ങയുടെ പ്രബോധനവും നിലനിൽക്കാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. അവയുടെ മേൽ ഗാഠമായി ധ്യാനിച്ച പരിശുദ്ധ മാതാവേ, അമ്മയെക്കുറിച്ച് ധ്യാനിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവെ, മനുഷ്യപ്രകൃതിക്കും പ്രകൃതി നിയമങ്ങൾക്കും അതീതമായി അവിടുന്ന് ഈ ലോകത്തിൽ ചെയ്ത വലിയ അത്ഭുതം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയുള്ള മനുഷ്യാവതാരം, അതിൻ്റെ രഹസ്യങ്ങളെ പരിശുദ്ധ സഭ എങ്ങനെ ഗ്രഹിക്കുന്നുവെന്ന് അറിയാനും ബോധ്യപ്പെടാനും ഒക്കെ അവിടുന്ന് ഞങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട ദാസിയായ പരിശുദ്ധ മറിയത്തെ ഞങ്ങളുടെ അമ്മയായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ സ്നേഹത്തോടെ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശംശിഹായിക്ക് സ്തുതിയായിരിക്കും. ശംശിഹായി പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പ്രബോധന പരമ്പരയുടെ 57ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഏതാനും ക്ലാസ്സുകൾ കൊണ്ട് നമ്മുടെ ആദ്യത്തെ ഭാഗം ലൂമൻ ജെൻസിയം എന്ന തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ഭാഗം ആ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയാകും. ഒരു 2-3 അല്ലെങ്കിൽ പരമാവധി 4 എപ്പിസോഡുകൾ കൊണ്ട് ഈ ഒരു സെക്ഷൻ പൂർത്തിയാകും. നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് സഭയുടെ ഔദ്യോഗിക പ്രമാണ രേഖകളോ കൗൺസിൽ ഡോക്യുമെന്റുകളോ ചാക്രിക ലേഖനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പരിശോധിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ ഡോക്യുമെന്റുകളും അത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ ഡിഗ്രി വരെ എന്ത് കാര്യങ്ങളാവട്ടെ, ചാക്രലേഖനങ്ങളാവട്ടെ, എന്തും പറഞ്ഞവസാനിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടു കൂടിയാണ്. ഞാനത് സെമിനാരിൽ പഠിച്ചു തുടങ്ങിയ കാലത്ത് ഞാനിതെന്തിനാ ഇങ്ങനെ എന്നാലോചിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ദൈവീക രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയിട്ട് ഏറ്റവും അവസാനം മാതാവിനെ കുറിച്ചോട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ പ്രാവശ്യം എപ്പോഴും കൊന്തയിലും ഒക്കെ ചെയ്യുന്നത് പോലെ മാതാവിനോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമാണത് എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിക്കുകയും ചെയ്തിരുന്നു. ഇത് സൂക്ഷ്മമായി സഭയുടെ ഡോക്യുമെന്റുകൾ പരിശോധിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ നല്ല ആകാംക്ഷ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. മാതാവിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത പുതുതായിട്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? മാതാവിനെക്കുറിച്ച് പറയുന്നതെല്ലാം ജപമാലയെക്കുറിച്ചും മാതാവിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ചും ഒക്കെ പറയാനുള്ള കാര്യങ്ങളാണല്ലോ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു വിധത്തിലാണ്, ഒരു മേഖലയിലാണ് പരിശുദ്ധ സഭ മാതാവിനെക്കുറിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ സമാപനത്തിൽ സംസാരിക്കുന്നത്. അത് ഇതിൽ മാത്രമല്ല, സഭയുടെ സംസാരങ്ങളിലൊക്കെ അങ്ങനെയാണ്. അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞില്ലെങ്കിൽ മാതാവിനെക്കുറിച്ചുള്ള നമ്മുടെ പരാമർശങ്ങളും മാതാവിനെക്കുറിച്ചുള്ള നമ്മുടെ ഷെയറിങ്ങുകളും, ചിലപ്പോൾ നിങ്ങളിൽ പലരും നല്ല ആത്മായ ശുശ്രൂഷകരൊക്കെയുണ്ട്, നമ്മൾ കൊടുക്കുന്ന ടോക്കുകളൊക്കെ പലപ്പോഴും വളരെ വികലമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഒരു ഡോക്ട്രൈനൽ നോളജ് അത് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊരു വിഷയം തന്നെയാണ്. മരിയോളജി എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണത്. മാതാവിനെ കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്ര പഠന മേഖല തന്നെയുണ്ട്. നമ്മൾ മരിയോളജിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പോവുകയല്ല ചെയ്യുന്നത്. കൗൺസിൽ എന്താണ് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ലൂമൻ ജെൻസിയം എന്ന ഡോക്യുമെന്റത്തിന്റെ സമാപനത്തിൽ പറയുന്നത്, അതിന്റെ ഉള്ളർത്ഥങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന പലതരത്തിലുള്ള ജിജ്ഞാസകൾ, ചോദ്യങ്ങൾ, അവയുടെയൊക്കെ ഉത്തരങ്ങളൊക്കെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു ഭാഗത്തു നിന്ന് തുടങ്ങണം. അതിനു മുൻപ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ, പരിശുദ്ധ മറിയത്തെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ ഒരു ക്രിസ്ത്യൻ വേൾഡിൽ ഏറ്റവും അധികം കോൺട്രവേഴ്സി നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒത്തിരി കാര്യങ്ങൾ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഡോക്ട്രിൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ പറയുന്ന മധ്യശതകങ്ങൾക്കൊക്കെ അപ്പുറത്ത് പ്രൊട്ടസ്റ്റന്റ് റവല്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ പരിശുദ്ധ കന്യകാമറിയം ഒരു വലിയ ചോദ്യ വിഷയമാണ്. അത് അന്ന് മാത്രമല്ല, പണ്ടും ഈ പരിശുദ്ധ സഭ തന്നെ തന്റെ കൗൺസിലിൽ, പ്രത്യേകിച്ച് എരനിയൂസ് ആണ്, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധ കന്യാമറിയതുമായിട്ടുള്ള നമ്മുടെ ബന്ധം, മാതാവിനെ കുറിച്ചുള്ള പ്രബോധനങ്ങളൊക്കെ സഭയ്ക്ക് വലിയ ലജ്ജയ്ക്ക് പോലും, ലജ്ജിപ്പിക്കാൻ പോലും, അതോ അവഹേളന പാത്രമായി തീരാൻ പോലും കാരണമായിട്ടുണ്ട് എന്ന് സഭാപിതാക്കന്മാര് രേഖപ്പെടുത്തുന്നു. തിരുസഭ തന്നെയും അതിനെക്കുറിച്ച് അവെയറാണ്. കാരണം മാതാവിൽ നിന്ന് ഇങ്ങനെ പുരുഷ സ്പർശം കൂടാതെ ഈശോ ജനിച്ചു. അതെങ്ങനെ സംഭവിച്ചു? ആദിമ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ചില സഭാ വിരോധികളായ ക്രിസ്ത്യാനികളെ ആക്രമിച്ചിരുന്ന ആളുകൾ പറഞ്ഞു വരുത്തിയിരുന്ന, രാഷ്ട്രീയ സഹായത്തോടുകൂടെ പറഞ്ഞു വരുത്തിയിരുന്ന ഒരു കാര്യം മാതാവ് അവിഹിതമായി ഗർഭം ധരിച്ചതാണ് എന്ന വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അന്നും ശക്തമായിരുന്നു എന്ന് ആദിമസഭയുടെ പല പരാമർശങ്ങളും രേഖകളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പുതുതായി ഉണ്ടായ ഒരു കാര്യമല്ല. ക്രിസ്ത്യാനികൾ മാതാവിൽ നിന്ന് ജനിച്ച ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യവുമായി എടുത്ത് പലപ്പോഴും ഒക്കെ സാധാരണ കാഷ്വൽ ടോക്കിനിടയ്ക്ക് പോലും ആളുകൾ ദിവ്യഗർഭമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് നേരിട്ട് മാതാവിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ മറിയത്തിലുണ്ടായ ഈശോയുടെ ജനനമാണ്. അത് ബയോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, അത് ക്രോമസോമുകൾ എങ്ങനെ ശരിയാകും എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു വഴിക്ക്, തിയോളജിക്കലായിട്ട് ദാറ്റ് വാസ് എ തിയോളജിക്കൽ വെർജിനിറ്റി അതായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ മറ്റൊരു വഴിക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാതാവിനെ കുറിച്ച് പറയുന്ന പല പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ മറിയം അവൾ പുത്രന് ജന്മം ഈശോയ്ക്ക് ജന്മം നൽകുന്നത് വരെ പുരുഷനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ്, അത് വരെയാണെങ്കിൽ അത് കഴിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പരാമർശിക്കുന്നത് പോലെ മറിയത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു. നമുക്കിതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാവുന്ന വിഷയമാണ്. അങ്ങനെ മാതാവിന്റെ കന്യാത്വം മുതൽ, മാതാവിന്റെ ഗർഭധാരണം മുതൽ, മാതാവിന്റെ മാതൃസ്ഥാനം വരെയുള്ള സകല കാര്യങ്ങളും പല മേഖലകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ചുകൂടെ കാലഘട്ടമൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കും പ്രൊട്ടസ്റ്റന്റ് റവല്യൂഷന്റെ കാലമാകുമ്പം അവര് മാതാവിനെ തന്നെ എന്തുമാത്രം ഡീലിമിറ്റ് ചെയ്യാമോ, എന്തുമാത്രം താഴ്ത്തി അവതരിപ്പിക്കാമോ അത്രമാത്രം ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നതായിട്ട് നമ്മൾ കാണും. ഉദാഹരണത്തിന് പണ്ട് കാലത്ത്, ഇപ്പൊ അതത്ര പോപ്പുലർ അല്ല, പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്തൊക്കെ എപ്പോഴും കേട്ടിരുന്ന പ്രൊട്ടസ്റ്റന്റ് ആർഗ്യുമെന്റ് ആയിരുന്നു മൊട്ടത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒക്കെ ഉണ്ടോ പറയണ്ടോന്ന് എനിക്ക് അറിഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. അച്ഛന്മാരോട് പ്രൊട്ടസ്റ്റന്റുകാരധികം സംസാരിക്കാൻ വരാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാതാവ് ഒരു മുട്ടത്തുണ്ടാണ്. മുട്ടത്തുണ്ടെന്ന് പറയാൻ കാരണം അത് ഇങ്ങനെ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ട്. ഇപ്പൊ ഒരു കോഴിക്കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് മുട്ടയുടെ തൊണ്ട് അതിനൊന്ന് പൊതിഞ്ഞു പിടിക്കുന്നു എന്ന് മാത്രം. ജന്മം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ടയ്ക്ക് തൊണ്ടിന് പിന്നെ ആവശ്യമില്ലല്ലോ എന്നതുപോലെ ഒരു ഉപകരണം മാത്രമായിരുന്നു, ഒരു നീഡ് മാത്രമായിരുന്നു മാതാവ്. അതിൽ കവിഞ്ഞ വലിയ ഡെക്കറേഷൻ ഒന്നും ഈ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് മട്ടിൽ സംസാരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ നമ്മൾ കാണും. മാതാവിനെ കുറിച്ച് പറയുന്നതാണ് കത്തോലിക്ക സഭയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞ് അതിൽ നടന്നു പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നാൽ മറുവശത്ത് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ബന്ധവും മാതാവിനെ കുറിച്ചുള്ള, മാതാവിനോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ ശക്തമായി ഹോൾഡ് ചെയ്തിരുന്ന ക്രൈസ്തവ സമൂഹത്തെ, കത്തോലിക്ക സമൂഹത്തെ നമ്മൾ കാണും. പലപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ, പ്രത്യേകിച്ച് പഴയ തലമുറ, എല്ലാവരും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എന്നാലും പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ബോധ്യങ്ങളുള്ള മുൻ തലമുറയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവര് മാതാവിനോടുള്ള ബന്ധം വിട്ടിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. വേറെ എന്തൊക്കെ പറഞ്ഞാൽ ആളുകൾ ക്ഷമിക്കും, പക്ഷെ മാതാവിനെ കുറിച്ച് വല്ലതൊക്കെ പറഞ്ഞാൽ അവരപ്പൊ തന്നെ വല്ലാതെ എന്ന് പറഞ്ഞാൽ വലിയ തിയോളജിക്കൽ നോളജ് ഒന്നുമില്ല, പക്ഷെ നല്ല ശക്തമായ വിശ്വാസമുണ്ട്. അപ്പൊ അവർ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചുള്ള സംഭാഷണം, മാതാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, മാതാവിനെ കുറിച്ചുള്ള പ്രബോധനം, ഇത് എന്നും ഒരു വലിയ കോൺട്രവേഴ്സ്യൽ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് തിരുസഭയിൽ മാതാവ് വലിയ വണക്കത്തിന് അർഹയായിരിക്കുന്നത്? എന്താണ് മാതാവിന്റെ പ്രത്യേകത? തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് അത് ഈ ലൂമൻ ജെൻസിയത്തിന്റെ അവസാനം പഠിക്കുന്നത്? സഭയെക്കുറിച്ചുള്ള പ്രബോധനത്തിന്റെ ഒടുവിൽ എന്തുകൊണ്ട് മാതാവിനെ കുറിച്ചുള്ള പരാമർശം വരുന്നു? സഭയെക്കുറിച്ച് പറയുന്നതിന്റെ ഒടുവിൽ മാർപ്പാപ്പമാരെ കുറിച്ച് പറയാം, പത്രോസിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം സഭയുടെ ഏകതയുടെ പ്രതീകമായിരിക്കുന്ന
ക്രിസ്തുവിന്റെ വികാരിയായിരിക്കുന്ന പാപ്പായെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, എന്തുകൊണ്ട് അവിടെ മാതാവ് ഒരു വിഷയമായി വരുന്നു? അല്ലെങ്കിൽ മാതാവിനെ മറ്റൊരു ഡോക്യുമെന്റ് ആയിട്ട് പരാമർശിച്ചാൽ പോരായിരുന്നു? എന്തിനാണ് ഡോക്യുമെന്റുകളുടെ ഒക്കെ അവസാനത്തിൽ അങ്ങനെ പറയുന്നു? ഇന്ന് തുടങ്ങുന്ന ഒത്തിരി ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കാരണം മാതാവിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാൻ മേലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്കറിയാം. പക്ഷേ മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടിരുന്ന ഭാഗം ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വിശുദ്ധരുടെ സ്ഥാനത്തെക്കുറിച്ച്, അവർക്ക് ഈ തീർത്ഥാടകയായിരിക്കുന്ന സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്തു നിന്നാണ് മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാതെ അതിനു മുൻപ് ആ ക്ലാസ് അവസാനിപ്പിച്ച സമയം കടന്നു പോയിരുന്നു. അതൊരു വശമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പറഞ്ഞു തുടങ്ങേണ്ടത് ഈ അധ്യായം, അതായത് 7-ാമത്തെ അധ്യായം തീർത്ഥാടകയായ സഭയ്ക്ക് സ്വർഗീയ സഭയോടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ 8-ാമത്തെ അധ്യായത്തിന്റെ, മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന 8-ാം അധ്യായത്തിന്റെ ആമുഖം ഒരു വലിയ പരിധി വരെ കിടക്കുന്നത് 7-ാം അധ്യായത്തിന്റെ ഉപസംഹാരത്തിലാണ്. അതുകൊണ്ട് ആ ഉപസംഹാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്ന് എടുത്തു വായിച്ച് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ടോ തുടങ്ങുന്നത് ഉചിതമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. 51-ാമത്തെ പാരഗ്രാഫ് 7-ാമത്തെ അധ്യായത്തിന്റെ, ലുമൻ ജെൻസിത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 51-ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. സ്വർഗീയ മഹിമയിലുള്ളവരും മരണശേഷം ശുദ്ധീകരിക്കപ്പെടുന്നവരുമായ സഹോദരരോടുള്ള സജീവ സമ്പർക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ പൂർവികരുടെ സ്തുത്യർഹമായ വിശ്വാസം. നമ്മൾ പറഞ്ഞു വന്നത് ഓർക്കണം, ശുദ്ധീകരണാത്മാക്കളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവരോടുള്ള നമ്മുടെ വിശ്വാസം, അവരോടുള്ള ബന്ധം, അവരിലുള്ള നമ്മുടെ ബോധ്യം, അത് അതീവ ഭക്തി പുരസ്സരം ഈ പരിശുദ്ധ സൂനോസ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ ഒരു വാചകം വത്തിക്കാൻ കൗൺസിലിനെ തന്നെ നിരാകരിക്കുകയോ താഴ്ത്തി കിട്ടുകയോ ചെയ്യുന്ന ആളുകളോട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാചകമാണ്. അതുകൊണ്ടാണ് ഞാനത് ആ പാരഗ്രാഫ് 51-ാം പാരഗ്രാഫ് എന്ന് എടുത്ത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്. പല ആളുകളും പുതിയൊരു കൗൺസിൽ ഉണ്ടായി, ആ കൗൺസിലിൽ മുഴുവൻ സഭയുടെ പാരമ്പര്യത്തെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ കൗൺസിൽ വന്നു, പഴയതൊക്കെ കടന്നുപോയി, കൗൺസിൽ എല്ലാം തുറന്നു വിട്ടിരിക്കുന്നു, ഇനി എന്തുമാകാമെന്നാണ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്, പഴയ കാര്യങ്ങളൊക്കെ കൗൺസിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് തുടങ്ങി കൗൺസിലിനെ കുറിച്ച് പലതരത്തിലുള്ള അബദ്ധ വിചാരങ്ങളും അബദ്ധ പ്രബോധനങ്ങളും ആളുകളുടെ ഉള്ളിലുണ്ട്. ആ സാഹചര്യത്തിൽ കൗൺസിൽ എന്താണ് ചെയ്യുന്നതെന്ന് കൗൺസിൽ തന്നെ പറയുന്നതാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിങ്ങനെയാണ്: നിഖ്യ 2, ഫ്ലോറൻസ്, തെന്ത്രോസ്, സൂനോദോസുകളുടെ ആജ്ഞാപനങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഈ സൂനോദോസ് എന്നാണ് അവസാനിക്കുന്നത്. അവ നിഖ്യ സൂനോദോസ്, നിഖ്യ സൂനോദോസിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, ഫ്ലോറൻസ് കൗൺസിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, തെന്ത്രോസിൽ പഠിപ്പിച്ച, അത് ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ സഭയെക്കുറിച്ചും തീർത്ഥാടക സഭയ്ക്ക് സ്വർഗീയ സഭയുടെ ബന്ധത്തെക്കുറിച്ചും മാത്രമല്ല, എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. മുൻ കൗൺസിലുകൾ, അത് ആദ്യത്തേത് മുതലുള്ള കൗൺസിലുകൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അടിവരയിട്ട് അതിലൊന്നിനെ പോലും നിഷേധിക്കാതെയാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. നമ്മളിത് ഈ കൗൺസിൽ പ്രബോധന പരമ്പരയുടെ ആരംഭത്തിൽ സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് അതോടൊപ്പം ഏതെങ്കിലും ദുർവിനിയോഗമോ അമിതത്വമോ ന്യൂനതയോ അവിടെവിടെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവ നിയന്ത്രിക്കുകയോ തിരുത്തുകയോ ചെയ്യുകയും സകലതും മിശിഹായുടെയും ദൈവത്തിന്റെയും മഹത്വത്തിനായി പുനഃക്രമീകരിക്കുകയും ചെയ്യുക എന്നത് ഈ സൂനോദോസിന്റെ അജപാലന ദൗത്യമാണ് എന്ന് കൗൺസിൽ പ്രഖ്യാപിക്കുക. എന്ന് പറഞ്ഞാൽ സഭ 4 ഇതുവരെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മുൻപിൽ വെച്ചിട്ട് പറയാണ്, ഇവയിൽ ഏതെങ്കിലും ദുർവിനിയോഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ 4 ഇതുവരെ പഠിപ്പിച്ചതിൽ നിന്ന് പതുക്കെ വ്യതിചലിച്ചു പോകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, ആളുകളുടെ സഭാ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രബോധനങ്ങളിൽ ആളുകൾ അതിനെ ഷെയർ ചെയ്യുന്ന, സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തെ കുറിച്ചല്ല, കാത്തലിക് ടീച്ചിങ്സിനകത്തൊക്കെ ആളുകൾ നടത്തുന്ന, വൈദികർ നടത്തുന്ന, അല്ലെങ്കിൽ സഭ കാലോചിതമായി നടത്തുന്ന പ്രഘോഷണത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിതെറ്റലുകൾ അല്ലെങ്കിൽ ഒരു സൈഡ് വലിവുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. ദുർവിനിയോഗം എന്ന് പറയുന്നത് അമിതത്വം, ചില കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധരെ കുറിച്ച് ഈ പറയുന്ന ഭാഗത്ത് വിശുദ്ധരെ കുറിച്ചുള്ള പ്രബോധനം സഭയുടെ വിശ്വാസ രഹസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷെ വിശുദ്ധരെ കുറിച്ച് പറഞ്ഞ് കർത്താവിനേക്കാൾ വലുതായി വിശുദ്ധരെ അവതരിപ്പിക്കപ്പെടുന്നത് തെറ്റാണ്. കർത്താവിന്റെ തിരുനാളുകളെക്കാൾ വലുതായി വിശുദ്ധരുടെ തിരുനാളുകൾ ആചരിക്കപ്പെടുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പൊ ഞായറാഴ്ച ദിവസം
ഒരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെ തിരുനാൾ വരികയാണെന്ന് കരുതുക. നമ്മൾ ആ ദിവസം ആ വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കർത്താവിന്റെ തിരുനാൾ ദിവസമാണ്. കർത്താവിന്റെ തിരുനാൾ ദിവസം അത് കർത്താവിന്റെ തിരുനാളായിട്ട് തന്നെയാണ് സമുചിതമായി ആചരിക്കേണ്ടത്. ആ ദിവസം ഒരു വിശുദ്ധന്റെ തിരുനാള് കടന്നു വന്ന് കർത്താവിന്റെ തിരുനാളിനെ റീപ്ലേസ് ചെയ്യുന്നത് ഉചിതമല്ല എന്നതാണ് അതിന്റെ കാര്യം. ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ഇടവകയുടെ തിരുനാളിന്റെ ഒക്കെ കുർബാന ഞായറാഴ്ചയൊക്കെ വെക്കും. പക്ഷെ ആ വിശുദ്ധന്റെ തിരുനാൾ സഭ ഔദ്യോഗികമായി ആചരിക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും ഉചിതം ആ ഞായറാഴ്ച ചെയ്യാതിരിക്കുന്നതുമാണ് ഐഡിയൽ ആയിട്ട് പറഞ്ഞാൽ. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അത് മറ്റൊരു ദിവസത്തേക്ക്, തൊട്ട് മുമ്പത്തെ അല്ലെങ്കിൽ പിന്നത്തെ ദിവസത്തേക്ക് അത് മാറും. അങ്ങനെയാണ് അതിന്റെ ക്രമം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ എക്സാജറേഷൻസ്, അമിതത്വം, അതായത് ഒരു ഉദാഹരണത്തിന് പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള പ്രബോധനം നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കേൾക്കും, മാതാവിനെ കുറിച്ച് മാത്രം പറയുന്നു, മാതാവ് കേന്ദ്രമായി വരുന്നു സകല പ്രബോധനത്തിന്റെയും. അത് തെറ്റാണ്. മരിയൻ കൾട്ടുകളുടെ, മരിയൻ സെക്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അവർ സംസാരിക്കുന്നത് അത്രയും മാതാവിനെ കുറിച്ചും മാതാവിനോട് നൽകപ്പെട്ട വെളിപാടുകളെ കുറിച്ചും മാതാവിന്റെ പ്രത്യക്ഷീകരണത്തെ കുറിച്ചുമാണ്. ഈ വിമല ഹൃദയ മക്കൾ പോലെയുള്ള സെക്റ്റുകളുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം അത് വല്ലാതെ മാതാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മാതാവിനെ കുറിച്ച് പറയേണ്ടെന്നല്ല, മാതാവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു, മറ്റാര് പറയുന്നതിനേക്കാൾ കൂടുതൽ കത്തോലിക്ക സഭ പറയുകയും ചെയ്യും. പക്ഷേ മാതാവിനെ കുറിച്ചുള്ള പരാമർശം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനത്തെക്കാൾ മുകളിലാകരുത്. അഥവാ മാതാവിനെ ഉപയോഗിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കരുത്. മാതാവിന്റെ വെളിപാടുകളെ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെക്കാൾ ഉപരിയായി പ്രതിഷ്ഠിക്കരുത്. സുവിശേഷത്തിന്റെ പ്രബോധനങ്ങളെക്കാളും ഫാത്തിമ രഹസ്യത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കരുത്. അതൊക്കെയാണ് ഈ അമിതത്വം എന്ന് പറയുന്നത്, എക്സാജറേഷൻസ്. മാതാവിനോട് ഭയങ്കര ഭക്തി, എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും വലിയ ഭക്തിയൊന്നുമില്ല. ഇപ്പം ഉദാഹരണത്തിന് ജപമാല മാസത്തിൽ ഭയങ്കരമായ ശ്രദ്ധയോടെ പള്ളി പോവുകയും ജപമാലയെ പങ്കെടുക്കുകയും കുർബാന കൂടുകയും ചെയ്യും സ്വാഭാവികമായിട്ട്. എന്നാൽ അത്രയും തീക്ഷ്ണത വിശുദ്ധ കുർബാനയ്ക്ക് ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രബോധനങ്ങളെ ബാലൻസ് കൂടാതെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പ്രബോധനങ്ങൾ എപ്പോഴും ബാലൻസ് ചെയ്യപ്പെടണം. ഓരോന്നും അത് അർഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് വേണം അത് പഠിപ്പിക്കാൻ. ഞാൻ ആരാധനയെക്കുറിച്ചും വിശുദ്ധർക്ക് കൊടുക്കുന്ന വണക്കത്തെക്കുറിച്ചും ഒക്കെ ഇതിനെ തുടർന്ന് പറയാൻ പോകുകയാണ്. അപ്പൊ ആ സമയം നമുക്ക് ഈ കാര്യം ഒന്നും ഓർക്കാൻ പറ്റും. അപ്പൊ അതാണ് അമിതത്വം. അതുപോലെ തന്നെ ന്യൂനത, എന്തിനെയെങ്കിലും ഒക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നു. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചിലപ്പോ ആധുനിക കാലഘട്ടത്തിലെ പ്രബോധനങ്ങളിൽ നരകമെന്ന് പറയുന്ന യാഥാർത്ഥ്യം തീർത്തങ്ങട് പറയാതായി അങ്ങ് പോകുന്നു. എന്തിന് കർത്താവിന്റെ കരുണയെക്കുറിച്ച് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വെറുതെ ഈ നരകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നത്? കുറച്ചുകൂടെ നന്നായിട്ട് നല്ലത് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ്. നല്ല ഉദ്ദേശങ്ങളൊക്കെ അതിന്റെ പുറകിലുള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷെ ചില മേഖലകളെ അതിനെ അങ്ങ് ലിമിറ്റ് ചെയ്ത് ചെറുതാക്കി മാഞ്ഞു പോയതുപോലെ ആക്കി തീർക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ നിയന്ത്രിക്കുകയോ തിരുത്തുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് തിരുസഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തന്നെ ദൗത്യം എന്ന് കൗൺസിൽ ഏറ്റുപറയുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന വാചകങ്ങളാണ് നമ്മുടെ മാതാവിനെ കുറിച്ചുള്ള പരാമർശത്തിലേക്കുള്ള ഒരു കവാടം, ചെറിയ ഡോർ. അതെങ്ങനെയാണ്? വിശുദ്ധരോടുള്ള യഥാർത്ഥമായ വണക്കം ബാഹ്യപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ യഥാർത്ഥ സ്നേഹത്തിന്റെ തീവ്രതയിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് സഭാവിശ്വാസികളെ പഠിപ്പിക്കണമെന്ന് കൗൺസിൽ ആഹ്വാനം ചെയ്യുക. ശ്രദ്ധിക്കുക, വിശുദ്ധരോടുള്ള യഥാർത്ഥമായ വണക്കം, മാതാവിനോടുള്ള ബന്ധം, വിശുദ്ധരോടുള്ള ബന്ധം, ഇതൊക്കെ നമ്മുടെ യഥാർത്ഥ സ്നേഹത്തിന്റെ തീവ്രതയിലാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലാതെ ബാഹ്യപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല എന്ന് സഭ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധരുമായി ബന്ധപ്പെട്ട ബാഹ്യപ്രവർത്തനങ്ങൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, പകരം ആന്തരികമായ സ്നേഹം, യഥാർത്ഥ സ്നേഹത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാഹ്യപ്രവർത്തികൾ, തിരുനാളുകളൊന്നും ആവശ്യമല്ല എന്നുള്ളതല്ല, പകരം പുറമോടികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം ആന്തരിക സ്നേഹത്തിൽ, അവരോടുള്ള ബന്ധത്തിലെ സ്നേഹത്തിലും ശ്രദ്ധ കൊടുക്കുക എന്നാണ്. ഇനി ഇതുവഴി എന്താണ് സംഭവിക്കുന്നത്? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതുവഴി നമ്മുടെയും തിരുസഭയുടെ ഉപരിനന്മയ്ക്കായി വിശുദ്ധരുടെ പെരുമാറ്റത്തിന്റെ സന്മാതൃകയിൽ പങ്കുചേരുക. ഒന്നാമത്തെ കാര്യം, വിശുദ്ധരുടെ സന്മാതൃകയിൽ, അവരുടെ പെരുമാറ്റത്തിൽ പങ്കുചേരുക. ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശുദ്ധ എങ്ങനെ ജീവിച്ചു, എന്ത് മാതൃക നൽകി, ആ മാതൃക ഏറ്റെടുക്കുക, അതിൽ പങ്കുചേരുക എന്നുള്ളതാണ് വിശുദ്ധരെ കുറിച്ചൊക്കെയുള്ള പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്, പങ്കുചേരൽ വഴിയുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പാർട്ടിസിപ്പേഷൻ വഴിയുള്ള കമ്മ്യൂണിയൻ വർദ്ധിപ്പിക്കുക. എന്തുവഴി? പാർട്ടിസിപ്പേഷൻ വഴി കൂട്ടായ്മ വർദ്ധിപ്പിക്കുക എന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, മാധ്യസ്ഥം വഴിയുള്ള സഹായം സ്വീകരിക്കുക എന്നുള്ളതാണ്.
വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് അവരുടെ സഹായം സ്വീകരിക്കുക. ഈ 3 കാര്യങ്ങൾ: 1, അവരുടെ സന്മാതൃകയിൽ പങ്കുചേരുക; 2, അവരോടുള്ള പങ്കാളിത്തം വഴി കൂട്ടായ്മ വർദ്ധിപ്പിക്കുക; 3, അവരുടെ മാധ്യസ്ഥ സഹായം സ്വീകരിക്കുക. ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധരെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനത്തിന്റെ അന്തസത്ത. എന്നിട്ട് ഇവയാണ് നാം അന്വേഷിക്കുന്നതെന്ന് വിശ്വാസികളെ പഠിപ്പിക്കണമെന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. അവരോടുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങളിൽ വളരുക എന്നുള്ളതാണ് വിശുദ്ധരെ കുറിച്ചൊക്കെയുള്ള പ്രബോധനത്തിന്റെ ആന്തരികത എന്ന് അവരെ പഠിപ്പിക്കണം, വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കണം. അതായത് നമ്മളത് അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിപ്പിക്കപ്പെടണം എന്നാണ് അതിന്റെ അർത്ഥം. തുടർന്ന് മിശിഹ വഴി പരിശുദ്ധാത്മാവിൽ പിതാവിനോട് അതോടൊപ്പം തന്നെ നടത്തുന്ന ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്നില്ലെന്ന് മാത്രമല്ല, ഈ വിശുദ്ധരോടൊക്കെയുള്ള ബന്ധം, പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ബന്ധം, അത് ദൈവത്തിന് നൽകുന്ന ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്നില്ലെന്ന് മാത്രമല്ല, പ്രത്യുത അതിനെ വളരെയേറെ സമ്പന്നമാക്കുന്നുവെന്നും വിശ്വാസികളെ പഠിപ്പിക്കും. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ 7-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 2 കാര്യം ഏതൊക്കെയാണ്? ഒന്ന്, ഈ വിശുദ്ധരോടുള്ള ബന്ധം, പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹം തുടങ്ങിയ കാര്യങ്ങളൊന്നും ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്നില്ല, പകരം അതിനെ പരിപോഷിപ്പിക്കുന്നു, സമ്പന്നമാക്കുന്നു എന്ന് വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 7-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് തുറന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങേണ്ടത്. ദൈവത്തോടുള്ള ആരാധന, വിശുദ്ധരോടുള്ള വണക്കം, ഇത് എന്താണ്? ഇത് തമ്മിലുള്ള ദൂരം എന്താണ്? ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം ഇതറിയേണ്ടത് പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ, മാതാവിനെ സഭ ദൈവത്തെ പോലെ കാണുന്നു എന്ന് കരുതുന്ന ആളുകളുണ്ട്. ത്രിത്വത്തിൽ ഒരാള് ആണ്, ത്രിത്വം എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ, ദൈവത്തിന്റെ 3-ൽ ത്രിത്വമായിരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ 4-4, അതിൽ ഒരാളാണ് ദൈവം, ആണ് മാതാവ് എന്ന് പഠിപ്പിക്കുന്ന സെക്റ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തത്തുല്യമായി വണങ്ങപ്പെടേണ്ടവളാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പഠിപ്പിക്കുന്ന സെക്റ്റുകളുണ്ട്. അവയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് മാതാവിന് സഭ കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ കുറിച്ചുള്ള പരാമർശം ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നത്. മാതാവിന് സഭ കൊടുക്കുന്ന സ്ഥാനം എന്താണ്, അത് പറഞ്ഞാലാണ് എന്തുകൊണ്ട് ആ സ്ഥാനം കൊടുക്കുന്നു എന്ന് നമുക്ക് തുടർന്ന് പറയേണ്ടത്. അതുകൊണ്ട് ആദ്യം പറഞ്ഞു തുടങ്ങണം, മാതാവിനുള്ള സ്ഥാനം എന്താണ്. പരിശുദ്ധ സഭയിൽ ഈ പറഞ്ഞ ആരാധന വണക്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 4 സ്ഥാനങ്ങളാണ് ഉള്ളത്, 4 കാറ്റഗറീസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ലാത്രിയ എന്നാണ് അതിനെ വിളിക്കുന്ന ഇറ്റാലിയൻ പദം കൂടി പറഞ്ഞിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത്. ഒന്ന് ലാത്രിയ LATRIA എന്ന് ഇംഗ്ലീഷ് ലെറ്ററുകൾ ഉപയോഗിച്ച് എഴുതും. ലാത്രിയ എന്ന് പറഞ്ഞാൽ ആരാധന, വർഷിപ്പ് എന്നാണ് അർത്ഥം. വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം നൽകുന്നതാണ്. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവത്തിന് മാത്രം ഒരു വ്യക്തി നൽകുന്ന ആദരവാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്, സ്ഥാനമാണ് ലാത്രിയ. അതിനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ആരാധന എന്നൊക്കെ വിളിക്കും. ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ. ഈ ചില വാക്കുകൾക്ക് മലയാളത്തിൽ പരിഭാഷകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളത് അതാത് സമയങ്ങളിൽ പറയാം. അപ്പോൾ ദൈവത്തിന് മാത്രം കൊടുക്കുന്ന സഭയിൽ ദൈവത്തിന് മാത്രം നൽകുന്ന സ്ഥാനത്തിനെ വിളിക്കുന്നതാണ് ആരാധന. എന്ന് വെച്ചാൽ ദൈവത്തെ മനുഷ്യൻ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, മറ്റാരെയും ആരാധിക്കരുത് എന്ന് അതിനർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് തുല്യമായി ആരും ആദരിക്കപ്പെടരുത്, പരിശുദ്ധ കന്യകാമറിയവും ആദരിക്കപ്പെടരുത് എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് മാതാവിന് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യവും എന്ന് നമ്മൾ ഓർക്കണം. മാതാവും ആദരിക്കപ്പെടണം, ആരാധിക്കപ്പെടരുത്. ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അഥവാ ലാത്രിയ സ്വീകരിക്കാൻ യോഗ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ദൈവമാണ്, ത്രിത്വൈക ദൈവമാണ്. പിതാവിനെ ആരാധിക്കാം, പുത്രനെ ആരാധിക്കാം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. പിതാവെ അങ്ങേക്ക് ആരാധന എന്ന് പറയാം, പുത്രനായ തമ്പുരാനെ അങ്ങേക്ക് ആരാധന എന്ന് പറയാം. എന്നാൽ പരിശുദ്ധ മാതാവെ അങ്ങേക്ക് ആരാധന എന്ന് പറയാൻ പാടില്ല. മാതാവ് സഭയിൽ ആരാധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ്. അത് നമ്മൾ എടുത്ത് ആവർത്തിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ഒത്തിരി ആളുകൾ മാതാവും ആരാധിക്കപ്പെടുന്നൊക്കെയുണ്ട് എന്ന് കരുതാൻ ഇടയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോഴൊക്കെ മാതാവിന്റെ സ്വരൂപങ്ങൾ ഈശോയുടേതിനെ തുല്യമായിട്ടോ അതിനേക്കാൾ വലുതായിട്ടോ ഒക്കെ വെക്കുന്നത്, അതങ്ങനെ ഒരു ചിത്രം വെക്കുന്നതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മളറിയാതെ അങ്ങനത്തെ ഒരു കാറ്റഗൈസിസ്
നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 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 സ്ഥാപനത്തിൽ ഈശോയുടെയും മാതാവിന്റെയും ചിത്രങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അവിടേക്ക് കടന്നു വരുന്ന അക്രൈസ്തവർ പലപ്പോഴും ചിന്തിക്കാൻ സാധ്യതയുള്ളത് ഒരു മെയിൽ ഗോഡ് ആൻഡ് ഫീമെയിൽ ഗോഡ്, ഇവർക്കൊരു ദേവനുമുണ്ട് ദേവിയുമുണ്ട് എന്ന മട്ടിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ ഒരു ക്രൈസ്തവ ഭവനത്തിന്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അത് വെച്ചെന്നോർത്ത് അതിന് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല, നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കാനും ഇടയില്ല എന്ന് നമുക്കങ്ങ് പ്രിസപ്പോസ് ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു കാറ്റഗീസിസ് ഉണ്ട്. ആരാധ്യനായ ദൈവത്തിന്റെ രൂപം ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ വീട് വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ മാതാവിന്റെ രൂപം മാത്രം വെച്ചേക്കും. ഈ അടുത്ത കാലത്തൊക്കെ അച്ഛന്മാരെപ്പോഴും തിരുഹൃദയ രൂപങ്ങളൊക്കെ കൂടുതൽ വെക്കാനായിട്ട് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് അറിയാം ഒരു വലിയൊരു നന്മ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭവനം പണിയുമ്പം അതിനകത്തൊരു പ്രാർത്ഥനാ മുറി സജ്ജീകരിച്ചുകൊണ്ട് പണിയുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ബാത്റൂം അടുക്കളയും മാത്രമായിരുന്നു നമ്മുടെ ഫോക്കസ്. എന്നാൽ ഇന്ന് പ്രാർത്ഥനാ മുറിക്ക് നമ്മുടെ ഭവനത്തിൽ പുതുതായി പണിയുന്ന വീടുകളിലൊക്കെ ഒരു സ്ഥാനം കൊടുക്കുന്ന ഒരു നല്ലൊരു ശീലം അത് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം. അപ്പോൾ നമ്മളൊരു വീട് പണിയാണ് അല്ലെങ്കിൽ രൂപം വയ്ക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ഈശോയുടെ രൂപം വയ്ക്കും. അതൊരു സ്ഥാപനത്തിലാണെങ്കിൽ അത് പ്രത്യേകിച്ച് സൂക്ഷ്മമായി അത് ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒന്നാമത്തേത് ആരാധനയാണ്. 4 കാറ്റഗറീസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേതിനെ വിളിക്കുന്ന പേര് ഹൈപ്പർ ധൂളിയ എന്നാണ്. ഹൈപ്പർ ധൂളിയ, HYPERDULIA, ധൂളിയ, ഹൈപ്പർ ധൂളിയ. ഹൈപ്പർ ധൂളിയ എന്ന് പറഞ്ഞാൽ ഉന്നതമായ വണക്കം, ഉപരി വണക്കം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഉപരി വണക്കം, ഉന്നതമായ വണക്കം, ഏറ്റവും വലിയ വണക്കം എന്നാണ്. ആരാധന എന്ന പദം ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാൻ പാടില്ല. പകരം ഇനി പറയുന്നതൊക്കെ വണക്കവുമായി ബന്ധപ്പെട്ടതാണ്. ആരാധന ദൈവത്തിന് കൊടുക്കുന്ന കാര്യമാണെങ്കിൽ ഇത് വണക്കമാണ്. വണക്കം ഇസ് എ കൈൻഡ് ഓഫ് റെസ്പെക്ട്, ഒരു സ്ഥാനം നൽകലൊക്കെയാണ്. അത് ദൈവത്തിന് കൊടുക്കുന്നതല്ല, അതുമായിട്ട് താരതമ്യം ചെയ്യാനും പാടില്ല. ഇത് മാതാവിന് കൊടുക്കുന്ന സ്ഥാനമാണ്. ഹൈപ്പർ ധൂളിയ ഒരൊറ്റയാൾക്കാണ് സഭയിൽ ഉള്ളത്, അത് പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകപ്പെടുന്ന വണക്കത്തിന്റെ പേര് ഹൈപ്പർ ധൂളിയ അഥവാ ഉപരി വണക്കമെന്നോ ഉന്നത വണക്കമെന്നോ ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇനി അടുത്തത് അതിന്റെ താഴെ എന്താണുള്ളത്? അതിന്റെ താഴെയുള്ള ഒരു വണക്കത്തിന്റെ പേര് പ്രോത്തോധൂളിയ എന്നാണ്. PROTO, പ്രോത്തോധൂളിയ. പ്രോത്തോധൂളിയ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വണക്കം എന്നാണ്, അതല്ലെങ്കിൽ പ്രഥമ വണക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കൊടുക്കുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനാണ്. വിശുദ്ധ യൗസേപ്പിതാവ് അറിയപ്പെടുന്നത് വിശുദ്ധരിൽ ഒന്നാമൻ എന്നാണ്, വിശുദ്ധരിൽ പ്രഥമസ്ഥാനീയൻ എന്നാണ്. മാതാവിൻ്റെതുപോലെ ഉന്നത വണക്കമല്ല യൗസേപ്പിതാവിനുള്ളത്. പകരം വിശുദ്ധരിൽ ഒന്നാം സ്ഥാനം, വിശുദ്ധരിൽ ഒന്നാമൻ, പ്രഥമസ്ഥാനീയൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് പ്രോത്തോധൂളിയ വിശുദ്ധ യൗസേപ്പിതാവിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മൾ അവരുടെ രൂപങ്ങളോ ചിത്രങ്ങളോ ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രമമൊക്കെ വയ്ക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ഉചിതമാണ്. പ്രോത്തോധൂളിയ പ്രഥമ വണക്കം, അത് വിശുദ്ധ യൗസേപ്പിതാവിന് നൽകപ്പെടുന്നതാണ്. ഇനി അടുത്ത കാറ്റഗറി, 4ാമത്തെ കാറ്റഗറി ധൂളിയ ആണ്. ധൂളിയ നമ്മൾ മറ്റു രണ്ട് വാക്കുകളുടെ അവസാനം ധൂളിയ ഉണ്ടായിരുന്നു. ധൂളിയ, പ്രോത്തോധൂളിയ, ഹൈപ്പർ ധൂളിയ, അങ്ങനെ പുറകിൽ നിന്ന് പറയാം. ധൂളിയ എന്ന് പറഞ്ഞാൽ വണക്കം എന്നാണ് അർത്ഥം. അത് വിശുദ്ധരായ എല്ലാവർക്കും കൊടുക്കുന്നത് വണക്കമാണ്. അപ്പോ അത് വിശുദ്ധ സെബസ്ത്യാനോസ് ആവട്ടെ, അൽഫോൻസാമ ആവട്ടെ, ചാവറയച്ചനാവട്ടെ, ആർക്കായിരുന്നാലും നമ്മൾ കൊടുക്കുന്നത് വണക്കമാണ്, ധൂളിയയാണ്. മലയാളത്തിൽ ഈ ഒരു വ്യത്യാസത്തെ സൂചിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയും, വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയും. പരിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയില്ല, വിശുദ്ധ മറിയൊന്നും അല്ല പറയാ. ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ സെയിന്റ് മേരി എന്നൊക്കെ എഴുതാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഉചിതമായി മലയാളത്തിൽ പറയുന്നത് കുറെ കൂടെ പ്രോപ്പറാണ്. അതിന്റെ സെൻസിനോട് അതിനോട് പൂർണ്ണത കൊടുക്കുന്നതാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയും. ആ സമയത്ത് ആളുകൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം നിങ്ങൾ ചിലപ്പോൾ ചോദിച്ച് കേട്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് പറഞ്ഞവർ ഉറപ്പായിട്ട് ചോദിക്കും, അപ്പൊ പരിശുദ്ധൻ ഒരാളല്ലേ ഉള്ളൂ, ദൈവമല്ലേ ഉള്ളൂ, മാതാവിന് എന്താണ് പരിശുദ്ധ മറിയം എന്ന് വിളിക്കുന്നത്, അപ്പൊ പരിശുദ്ധയാണോ അവൾ? യെസ്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച്, വിശുദ്ധിയുടെ പൂർണ്ണതയെക്കുറിച്ച്, അത് ഏത് തരത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ തുറന്ന് പറയാനിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധ കന്യകാമറിയത്തിനെ പരിശുദ്ധ എന്ന് മലയാളത്തിൽ
ഉപയോഗിക്കുന്നത് ഉചിതമാണ്. ഉചിതമായിരിക്കാനുള്ള കാരണം ക്രിസ്റ്റോളജിക്കലാണ്. ഞാൻ അതിനെക്കുറിച്ച് തുറന്ന് പറയുമ്പം അത് കുറച്ചുകൂടെ വ്യക്തമായിക്കോളും. ഈ വാക്ക് മാത്രം ഓർക്കുക. ക്രിസ്തു ദർശനപരമാണ്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട രഹസ്യമാണത് എന്നുള്ളതാണ്. ആ സമയത്താണ് ആളുകൾ ചോദിക്കാവുന്ന, എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, പലതവണ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ, വിശുദ്ധർക്ക് നമ്മൾ ഒരിക്കലും പരിശുദ്ധ ഔസേപ്പിതാവെന്നോ പരിശുദ്ധ സെബസ്ത്യാനോസ് എന്നോ ഒന്നും പറയില്ല. പക്ഷേ വിശുദ്ധനായി പ്രഖ്യാപിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? അല്ലെ? അങ്ങനെ ആളുകൾ ചോദിക്കും അല്ലെ, അതെന്ത് പരിപാടിയത്? പരിശുദ്ധ പിതാവ്, ഹോളി ഫാദർ എന്ന് വിളിക്കുക. ദൈവത്തെയാണ് സാധാരണ ഹോളി ഫാദർ, പരിശുദ്ധനായ പിതാവെ എന്നൊക്കെ വിളിക്കുന്നത്. ഇതെന്ത് പരിപാടിയാണ്? ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ പരിശുദ്ധ പിതാവെ എന്നൊക്കെ വിളിക്കുന്നു, ഇതെന്തു വലിയ ദൈവനിന്ദയാണ് എന്നൊക്കെ ഈ സെക്റ്റുകളും പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ നമ്മോട് ചോദിക്കും. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെ നമ്മൾ ഹോളി ഫാദർ പരിശുദ്ധ പിതാവെ എന്ന് വിളിക്കുന്നത് ബെനഡിക്റ്റ് പാപ്പായുടെയോ ഫ്രാൻസിസ് പാപ്പായുടെയോ വിശുദ്ധി അളന്നിട്ട് അത് വിശുദ്ധിയേക്കാൾ മുകളിലുള്ള പരിശുദ്ധിയാണ് എന്ന് കണ്ടെത്തിയിട്ട് വിളിക്കുന്ന പേരല്ല. പകരം പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത് പാപ്പ സ്വീകരിച്ചിരിക്കുന്ന ടൈറ്റിലിന്റെ പശ്ചാത്തലത്തിലാണ്. എന്താണ് പാപ്പ സ്വീകരിച്ചിരിക്കുന്ന ടൈറ്റിൽ? പാപ്പായ്ക്ക് നൽകപ്പെടുന്ന ടൈറ്റിൽ ക്രിസ്തു ഗാത്രത്തിന്റെ തലവന്റെ സ്ഥാനമാണ്. ക്രിസ്തു ഗാത്രത്തിന്റെ തലവന്റെ സ്ഥാനമാണ്. ആരാണ് ക്രിസ്തു ഗാത്രത്തിന്റെ തലവൻ? ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. നമ്മൾ വിശുദ്ധത്തിൽ നമ്മളിങ്ങനെ പൗലോസ്യരുടെ ലേഖനങ്ങൾ നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ചു പിടിക്കും. അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം എങ്ങനെയാണ്? ക്രിസ്തുവാണ് ശിരസ്, നമ്മൾ അതിന്റെ അവയവങ്ങളാണ്. സഭാഗാത്രത്തിന്റെ ശിരസ് ക്രിസ്തുവാണ്. നമ്മൾ ആദ്യ എപ്പിസോഡുകളിൽ 4-5 എപ്പിസോഡുകളിലൊക്കെയാണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, സഭാഗാത്രത്തിന്റെ ശിരസാണ് ക്രിസ്തു. ആ സഭാഗാത്രത്തിന്റെ വിസിബിൾ ആയിട്ടുള്ള ശിരസ് അത് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് മാർപ്പാപ്പയെ ആ ശിരസിന്റെ പ്രതിനിധി അഥവാ വികാരി എന്ന് വിളിക്കും. അതുകൊണ്ട് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ വികാരിയാണ്. നമ്മൾ പേപ്പലാന്തത്തിലൊക്കെ പറയില്ലേ, ക്രിസ്തുവിൻ വികാരിയായി ഭൂതലത്തിലാകവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. ക്രിസ്തുവിന്റെ വികാരിയാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വികാരി എന്ന സ്ഥാനത്തിന്റെ ടൈറ്റിലാണ് ഈ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത്. അത് നേരിട്ട് സൂചിപ്പിക്കുന്നത് സഭയാകുന്ന ക്രിസ്തു ഗാത്രത്തിന്റെ പരിശുദ്ധിയെയും ആ പരിശുദ്ധിയുടെ കാരണക്കാരനായിരിക്കുന്നതിന്റെ ശിരസായിരിക്കുന്ന ക്രിസ്തുവിന്റെ പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന പരാമർശമാണ്. അല്ലാതെ ഒരു 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 മാർപ്പാപ്പയായിരിക്കുന്നതിനാലുള്ള പരിശുദ്ധിയുടെ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ചില മാർപ്പാപ്പമാരെ വിശുദ്ധരെന്ന് കാനൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് അവരുടെ പേഴ്സണൽ വിശുദ്ധിയെക്കുറിച്ചല്ല പറയുന്നത്, പകരം അവരുടെ സ്ഥാനത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ സ്ഥാനത്തിന്റെ പരിശുദ്ധി ക്രിസ്തുവിന്റെ പരിശുദ്ധിയാണ്, സഭയുടെ പരിശുദ്ധിയാണ്. അത് ഒരു എക്ലേസിയോളജിക്കൽ ടൈറ്റിലാണ് എന്ന് നമ്മൾ ഓർക്കണം. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ ടൈറ്റിൽ ഒരു എക്ലേസിയോളജിക്കൽ ടൈറ്റിലാണ്. എന്താണ് എക്ലേസിയോളജിക്കൽ ടൈറ്റിൽ? സഭയെക്കുറിച്ചുള്ള വിശ്വാസ പ്രബോധനം നമ്മൾ ഏറ്റുപറയുന്നത് ഇങ്ങനെയാണ്: ശ്ലൈഹികവും ഏകവും സാർവത്രികവും പരിശുദ്ധവുമായ സഭ. ഈ വക ശ്രദ്ധിക്കണം. പരിശുദ്ധമായ സഭ, പരിശുദ്ധയായ സഭ. അവൾ പാപികൾ ഉണ്ടെങ്കിൽ അവൾ പരിശുദ്ധയാണ്. കാരണം അവൾ ക്രിസ്തുവിന്റെ പരിശുദ്ധി സ്വീകരിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു ഓർക്കുക. അപ്പോ പരിശുദ്ധയായിരിക്കുന്ന സഭയുടെ ഏകതയുടെ അടയാളമായിരിക്കുന്ന പേപ്പസി, അത് ഹോൾഡ് ചെയ്യുന്ന ആ ഓഫീസ്, അത് പരിശുദ്ധമാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിനെ, മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവെ എന്ന് ധൈര്യമായിട്ട് വിളിക്കാം. അവിടെ പാപ്പായുടെ വിശുദ്ധിയുടെ അളന്നു നോക്കിയിട്ട് വിളിക്കുന്നതല്ല. ദാറ്റ്സ് എൻ എക്ലേസിയോളജിക്കൽ ടൈറ്റിൽ എന്ന് നമ്മൾ ഓർക്കണം. ഞാനിത് പറഞ്ഞത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആ ടൈറ്റിലുമായിട്ട് കമ്പയർ ചെയ്യപ്പെടാവുന്ന ചില ടൈറ്റിലുകളെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ ടൈറ്റിൽ അത് ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, അവളുടെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത്, അവൾ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഒന്നിന്റെ എന്നൊക്കെ എടുത്തു പറയാൻ കാരണം അതിനെക്കുറിച്ചാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അതേതാണെന്ന് ചോദിച്ചാൽ തിരുസഭയാണ്. തിരുസഭയുടെ ചെറുരൂപമാണ് പരിശുദ്ധ മറിയമെന്ന് ഈ ക്ലാസ്സുകളിൽ എനിക്ക് ആവർത്തിച്ച് കുറെ പ്രാവശ്യം പറയേണ്ടി വരും. അത് മാത്രമാണ് ഇന്നത്തെ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് അത് വിശദീകരിച്ച് പറയുന്നതിന് മുൻപ് അത് ആൻസിപ്പേറ്റ് ചെയ്ത് പറയണ്ടല്ലോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ. നോക്കുക, പരിശുദ്ധ കന്യകാമറിയം, അവൾ പരിശുദ്ധ കന്യകാമറിയം എന്ന് വിളിക്കപ്പെടുന്നത്
അവൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിനിധീകരിക്കുന്നെന്നോ പ്രതിരൂപവൽക്കരിക്കുന്നെന്നോ എന്നൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ ആയിരിക്കുന്ന സഭയുടെ പരിശുദ്ധിയെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ പരിശുദ്ധ എന്ന് പറയുന്ന പരാമർശം അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന ഹൈപ്പർദൂളിയ അത് അറ്റ് ദ സെയിം ടൈം ക്രിസ്റ്റോളജിക്കലാണ്, എക്ലേസിയോളജിക്കലാണ്, മരിയോളജിക്കലാണ്. അതായത് അവൾ ക്രിസ്തുവിന്റെ മാതാവായിരിക്കുന്നു എന്നുള്ള കാരണം അതിന്റെ പുറകിലുണ്ട്. ക്രിസ്റ്റോളജിക്കലാണത്, എക്ലേസിയോളജിക്കലാണ്, ഒപ്പം അവളുടെ വിശുദ്ധിയെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ മറിയമെന്ന് വിളിക്കപ്പെടാൻ അർഹയാണ്. അതിന്റെ തുറന്നുള്ള കാരണങ്ങൾ എന്തുകൊണ്ടൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി തുറന്നു പറയാൻ പോകുന്നത്. മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പം ആദ്യം എടുത്തു ചോദിക്കേണ്ട ഈ മാതാവിന് കൊടുക്കുന്ന വണക്കത്തെ കുറിച്ചൊക്കെ പറയുന്ന പശ്ചാത്തലത്തിൽ എടുത്തു ചോദിക്കപ്പെടേണ്ട ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: മാതാവ് ആരുടെ അമ്മയാണ് എന്നാണ്. ഇതൊരു കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് പല ആളുകളോടും ചുമ്മാ അറിയാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങളോട് ചോദിക്കട്ടെ, മാതാവ് ആരുടെ അമ്മയാണ്? 2 ഓപ്ഷൻസ് ആണ് തരാൻ പോകുന്നത്. ഓപ്ഷൻ എ ഈശോയുടെ അമ്മ, ഓപ്ഷൻ ബി ദൈവത്തിന്റെ അമ്മ. ഏതായിരിക്കും? ദൈവത്തിന്റെ അമ്മ. മാതാവ് ദൈവത്തിന്റെ അമ്മയാണോ ഈശോയുടെ അമ്മയാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് അടുത്ത കാലങ്ങളിൽ കൂടുതൽ സഭ അതിനെ ഫോക്കസ് ചെയ്ത് ശുശ്രൂഷകരും പ്രബോധകരും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കുറച്ചൊക്കെ ഒരു വ്യക്തതയുണ്ട്. വലിയൊരു ശതമാനം ആളുകളോട് ചോദിച്ചാൽ എടുത്തങ്ങനെയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കും. മാതാവ് എങ്ങനെ ദൈവത്തിന്റെ അമ്മയാകുന്ന? എങ്ങനെയാ ദൈവത്തിന് അമ്മ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ദൈവത്തിന് എങ്ങനെ അമ്മ ഉണ്ടാകുന്നത്? അപ്പൊ ദൈവം ഏതായാലും അമ്മയുടെ മകനാണ്, അത് പറ്റില്ല. അപ്പൊ പിന്നെ ദൈവത്തിന്റെ എന്ന് പറഞ്ഞതിനേക്കാൾ ഈശോയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ, ഈശോയ്ക്കല്ലേ അമ്മ ജന്മം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്നതല്ലേ ഉചിതം എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ആളുകൾ പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോയുടെ അമ്മ എന്ന് ആണ് എന്ന് പറയുന്നതാണ് ശരി എന്ന് ആൻസർ കൊടുക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതൊരു പഴയകാലം മുതൽ, അതായത് ഏതാണ്ട് 3-4 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ കോൺട്രവേഴ്സിയുടെ ബാക്കി കൂടിയാണ്. തിരുസഭ അനാദി മുതൽ പഠിപ്പിച്ചിരുന്ന ഒരു രഹസ്യത്തെ ചോദ്യം ചെയ്ത ഒരു പശ്ചാത്തലം അത് അടുത്ത കാലത്തുണ്ടായതല്ല, 4-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈശോയുടെ അമ്മയാണോ മാതാവിന്റെ അമ്മയാണോ? ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം പല പാട്ടുകളിലും ഈശോയുടെ അമ്മ എന്ന് പറഞ്ഞ് പാടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈശോയുടെ അമ്മ എന്ന് പറഞ്ഞ് പാടുന്ന കേട്ടിട്ടുണ്ട്. ഈശോയുടെ അമ്മയാണ്, പക്ഷെ മാതാവ് അർഹിക്കുന്ന ടൈറ്റിൽ അവൾ വിളിക്കപ്പെടേണ്ടത് ഈശോയുടെ അമ്മ എന്നല്ല, പകരം ദൈവമാതാവ് എന്നാണ്. അവൾ ദൈവമാതാവാണ്. വിശുദ്ധ കുർബാനയിൽ, സീറോ മലബാർ സഭയുടെ കുർബാനയിൽ 2 സ്ഥലത്തെങ്കിലും എടുത്ത് അത് പറയുന്നുണ്ട്: ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ, ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമോർത്തിയിടാം പവനമീ ബലിയിൽ എന്ന് പറഞ്ഞ് നമ്മളത് പാടാറുണ്ട്. അതുപോലെ തന്നെ അനാഫറയിലും ദൈവമാതാവ് എന്ന് എടുത്തു പറയുന്നത് ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അതെങ്ങനെ ദൈവത്തിന്റെ അമ്മയാകുന്നത് എങ്ങനെയാണ്? ഇത് AD 430 ഏതാണ്ട് കാലഘട്ടത്തിലൊക്കെ എന്ന് പറയാം 420, 430 കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ഒരു പാഷണ്ഡതയാണ്. ഈശോയുടെ അമ്മ പാഷണ്ഡതയാണ്. ഈശോയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം, അല്ലാതെ ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കപ്പെടേണ്ട എന്ന ഒരു വാദം. അതിങ്ങനെയാണ്, തെയോത്തോക്കോസ് എന്നാണ് ആ വാക്ക്. ഒരു സെക്കൻഡ്. ആദ്യ നൂറ്റാണ്ടുകളിൽ 4-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാഷണ്ഡതയുടെ വിചാരമാണിത്. തെയോത്തോക്കോസ് എന്നാണ് പരിശുദ്ധ മാതാവ് അറിയപ്പെട്ടിരുന്നത് ആദിമകാലം മുതൽ തന്നെ. അതൊരു ഗ്രീക്ക് പദമാണ്, തെയോ പ്ലസ് തോക്കോസ്. വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ അമ്മ എന്നാണ്. ദൈവമാതാവ്, തെയോസ് നമുക്കറിയാം, പരിചയമുള്ളതാണ്. തോക്കോസ് എന്ന് പറഞ്ഞാൽ അമ്മ. ദൈവമാതാവ് എന്നാണ് പരിശുദ്ധ മറിയം ആദിമ കാലഘട്ടം മുതൽ തന്നെ സഭയിൽ വിളിക്കപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്റ്റോറിയൻ, അദ്ദേഹം ഏതാണ്ട് AD 430 കാലഘട്ടങ്ങളിലൊക്കെയാണ്, അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. തെയോത്തോക്കോസ് എന്നുള്ള പരാമർശം മാതാവിന് കൊടുക്കുന്നത് ഉചിതമല്ല.
പകരം നൽകപ്പെടേണ്ട ടൈറ്റിൽ ക്രിസ്തു തോക്കോസ് എന്നാണ്. ക്രിസ്തു മാതാവ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ക്രിസ്തുവിന്റെ അമ്മ എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി. കാരണം ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും. ദൈവത്തിന് എങ്ങനെ ഒരു അമ്മ ഉണ്ടാകാൻ പറ്റും? ഒരമ്മ ജന്മം കൊടുക്കുന്നയാളാണ് ദൈവമെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നൊക്കെ തുടങ്ങുന്ന തരത്തിലുള്ള ഒരു പരിധി വരെ ചില സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ സതുദ്ദേശപരമെന്ന് ചിന്തിക്കാവുന്ന തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു അത്. പരിശുദ്ധ സഭ അതിന് ആ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. തിരുസഭ അദ്ദേഹത്തെ തിരുത്തി. അങ്ങനെയല്ല, തെയോത്തോക്കസ് എന്ന സഭ ആദിമസഭ മുതൽ ഉപയോഗിച്ചിരുന്ന തെയോത്തോക്കസ് എന്നുള്ള പദം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വീണ്ടും പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ നെസ്റ്റോറിയൻ അദ്ദേഹം അതിനെ ശക്തമായി നിഷേധിക്കുകയും അത് പതുക്കെ ഒരു പിളർപ്പിലേക്ക് നയിക്കുകയും എക്സ്കമ്മ്യൂണിക്കേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തു. എന്താണ് ഇതിന്റെ പുറകെയുള്ള ദൈവിക രഹസ്യം എന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഒരു വിഭാഗം തന്നെ പിരിഞ്ഞു പോകാൻ നിന്നിട്ടും ഒരു പാത്രിയാർക്കീസിന്റെ നേതൃത്വത്തിൽ തന്നെ സഭ പിളർപ്പിലേക്ക് നീങ്ങിയിട്ടും തിരുസഭ വളരെ ശക്തമായി അതിനെ അപലപിക്കുകയും അത് തെയോത്തോക്കസ് എന്ന പദം തന്നെ ഉപയോഗിക്കണമെന്ന് ബലം പിടിക്കുകയും ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ തെയോത്തോക്കസിന്റെ ഭാഷണത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇതിന്റെ ഈ കാര്യം ഒന്ന് പറഞ്ഞു തീർത്തിട്ട് തുറന്നു പറയാം. ഈ ചോദ്യം ആരംഭിക്കുന്നത് മാതാവ് ആരാണ് എന്നുള്ള ചോദ്യത്തിൽ നിന്നല്ല. അവളുടെ പേര് തെയോത്തോക്കസ് എന്നാണോ ക്രിസ്തോത്തോക്കസ് എന്നായിരിക്കണമോ എന്ന ചോദ്യം ആരംഭിക്കുന്നത് മാതാവ് ആരാണ് എന്ന ചോദ്യത്തിൽ നിന്നല്ല. മാതാവ് ആരുടെ അമ്മയാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ്. മാതാവ് ആരുടെ അമ്മയാണ് എന്ന ക്രിസ്റ്റോളജിക്കൽ ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ വിഷയം ആരംഭിക്കുന്നത്. മാതാവ് ജന്മം നൽകിയ ആ പുത്രൻ അവൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അവൻ ആരായിരുന്നു? മാതാവിൽ നിന്ന് ജനിച്ച, നിനക്കൊരു പുത്രൻ ജനിക്കും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട് അവളിൽ നിന്ന് ജനിച്ച പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭിണിയായ പരിശുദ്ധ മറിയം ജന്മം നൽകിയ മകൻ, പുത്രൻ, അവിടുന്ന് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് തെയോത്തോക്കസ് എന്ന വിഷയം. ആരാണ് ഈ ജന്മം നൽകപ്പെട്ട പുത്രൻ? ഈശോ ആരാണ്? ദൈവമാണോ മനുഷ്യനാണോ? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈശോ ദൈവമാണോ മനുഷ്യനാണോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? എന്നാ ചോദ്യമല്ലേ? ഈശോ ദൈവമാണോ മനുഷ്യനാണോ എന്നറിയാത്ത ആരാണുള്ളത്? അപ്പൊ നമുക്ക് പറയാൻ വേദപാഠ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈശോ ദൈവമാണ് മനുഷ്യനുമാണ്. ആർക്കും സംശയമില്ലാത്തൊരു ഉത്തരമാണ്. അപ്പോഴാണ് എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈശോ ദൈവമാണ് മനുഷ്യനുമാണ്, ശരി, ഇതെങ്ങനെയാണ് ദൈവവും മനുഷ്യനുമായിരിക്കുന്നത്? പകുതി ദൈവം പകുതി മനുഷ്യൻ അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പകുതി ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ദൈവം ഇങ്ങോട്ട് മനുഷ്യൻ അങ്ങനെയാണോ? ഞാൻ അങ്ങനെ ചോദിക്കുമ്പം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ദൈവസങ്കല്പങ്ങൾക്കകത്തൊക്കെ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി പകുതി പകുതിയായിട്ട് സ്ത്രീ ആയിട്ടും പുരുഷനായിട്ടും ഒക്കെ ഒരുപോലെ നിൽക്കുന്നത് പോലത്തെ ചിത്രീകരണങ്ങളൊക്കെ അവരുദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ എന്തോ ആവട്ടെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ പകുതി ദൈവവും പകുതി മനുഷ്യനുമാണ് ആകാനിടയില്ല എന്ന് നമുക്കറിയാം. ഇനി കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ബാഹ്യമായി മനുഷ്യനാണ്, കാരണം മനുഷ്യനെ പോലെ കാണപ്പെടുന്ന മനുഷ്യന്റെ രൂപത്തിലാണ്, പക്ഷെ ആന്തരികമായി ദൈവമാണ്. മനുഷ്യന്റെ ശരീരം, പക്ഷെ ആന്തരികമായി ദൈവം. അങ്ങനെയാണോ? ഇനി ശരീരവും ജീവിതവും ഒക്കെ മനുഷ്യൻ, എന്നാൽ ആത്മാവ് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെയാണ് ആത്മാവ്. ആത്മാവിൽ ദൈവമാണ്, പക്ഷെ ശരീരത്തിൽ മനുഷ്യനാണ്. അങ്ങനെയാണോ? ഇനി മറ്റൊരു ഓപ്ഷൻ, മനുഷ്യനായിട്ടാണ് ജനിച്ചത്, പിന്നീട് അവിടുന്ന് ദൈവമായി മാറി, അല്ലെങ്കിൽ ദൈവം തന്റെ ദൈവത്വം ആ മനുഷ്യനിലേക്ക് നിറച്ചു. മനുഷ്യനായി ജനിച്ചു, പിന്നീട് ദൈവം തന്റെ ദൈവത്വം മനുഷ്യനിലേക്ക് നിറച്ചു. അങ്ങനെയാണോ? ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. ഈ ഓപ്ഷൻസ് എല്ലാം തെറ്റാണെന്ന് മാത്രമല്ല, ഇതൊക്കെ പാഷണ്ഡതകളാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പാഷണ്ഡതകളാണ്. അവിടുത്തെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരു കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നുണ്ട്. ഈശോയിൽ മനുഷ്യ സ്വഭാവമുണ്ട്, ദൈവ സ്വഭാവമുണ്ട്, ഹ്യൂമൻ നേച്ചർ ആൻഡ് ഡിവൈൻ നേച്ചർ, ഇത് രണ്ടുമുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് മിശിഹായിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് തിരുസഭ കൊടുക്കുന്ന മറുപടി, അതിനുപയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡ് ഗ്രീക്ക് പദമാണ്, അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, HYPOSTATIC അല്ലെ, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ഈശോയിൽ
മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും, ഹ്യൂമൻ നേച്ചർ ആൻഡ് ഡിവൈൻ നേച്ചർ, അത് പരസ്പരം പൂർണ്ണമായും കലർന്നിരിക്കുന്നു. രണ്ടും വേർതിരിക്കാനാവാതെ കലർന്നിരിക്കും. അപ്പോഴേ അവിടെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ കലരുകയാണോ ചെയ്തിരിക്കുന്നത്, അതോ ദൈവിക സ്വഭാവം മനുഷ്യ സ്വഭാവത്തിൽ കലർന്നിരിക്കുകയാണോ ചെയ്യുന്നത്? ഈശോയുടെ ദൈവിക സ്വഭാവം ഈശോയുടെ മനുഷ്യ സ്വഭാവത്തിൽ കലർന്നിരിക്കുകയാണോ, അതോ തിരിച്ച് മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവത്തിനകത്തേക്ക് കലർന്നിരിക്കുകയാണ്? രണ്ടും തെറ്റാണ്. ഇത് രണ്ടുമല്ല. പകരം ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും ദൈവത്തിലെ രണ്ടാമത്തെ ആൾ എന്ന പുത്രൻ തമ്പുരാനാകുന്ന ദൈവിക വ്യക്തിയിൽ കലർന്നിരിക്കുകയാണ് എന്നതാണ് അതിന്റെ ഉത്തരം. പുത്രൻ തമ്പുരാൻ എന്ന സെക്കൻഡ് പേഴ്സൺ ഇൻ ട്രിനിറ്റി, ആ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആ വ്യക്തിയിലാണ് മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും കലർന്നിരിക്കുന്നത്. ഈ കലർന്നിരിക്കൽ എങ്ങനെയാണ്? ഈ കലർന്നിരിക്കൽ പൂർണ്ണമായ കലർന്നിരിക്കലാണ്. വേർതിരിക്കാൻ കഴിയാത്തതുപോലെ, ഒരംശവും വേർതിരിക്കാൻ പറ്റാത്തതുപോലെ പരിപൂർണമായും കലർന്ന് ഒന്നായി തീർന്നിരിക്കുന്നതാണ് ഈ പറയുന്ന ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്നത്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ വേർതിരിക്കാൻ കഴിയാത്തതുപോലെ കലർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്റ്റോറിയൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇത് രണ്ടും രണ്ട് ക്യാരക്ടർ, രണ്ടും ഡിസ്റ്റിങ്റ്റീവ് ആണ്. ഈശോയിൽ ഇത് രണ്ടും വേർതിരിഞ്ഞു നിൽക്കുന്നു. മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ അദ്ദേഹം കരുതുകയും അദ്ദേഹം അതങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അത് സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ മനുഷ്യനാണ്, മാതാവ് ജന്മം കൊടുത്തത് ഈശോയുടെ മനുഷ്യത്വത്തിനാണ്. അതുകൊണ്ട് മാതാവ് വിളിക്കപ്പെടേണ്ടത് മനുഷ്യത്വത്തിന് ജന്മം കൊടുത്ത അവൾ എന്നുള്ള പേരിലാണ്. അതുകൊണ്ട് ഈശോയുടെ അമ്മ എന്നോ ക്രിസ്തുവിന്റെ അമ്മയെന്നോ ആണ് വിളിക്കപ്പെടേണ്ടത്, അല്ലാതെ ദൈവത്തിന്റെ അമ്മ എന്നല്ല എന്നാണ് നെസ്റ്റോറിയൻ പറഞ്ഞത്. അപ്പോഴാണ് തിരുസഭ വളരെ വ്യക്തമാക്കിയത്, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തത്, ഈ ഈശോ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും വേർതിരിച്ചെടുക്കാവുന്ന ഒരു വ്യക്തിയല്ല. ഇത് രണ്ടും ഒരുപോലെ കലർന്നിരിക്കുന്ന, ഒരേ സമയം പരിപൂർണമായും ദൈവവും മനുഷ്യനുമായിരിക്കുന്ന ദൈവിക വ്യക്തിയാണ്. അങ്ങനെയുള്ള ആ ദൈവിക വ്യക്തിക്കാണ് പരിശുദ്ധ മാതാവ് ജന്മം കൊടുത്തത്. പരിശുദ്ധ കന്യാമറിയം ജന്മം കൊടുക്കുന്നത് ദൈവത്വവും മനുഷ്യത്വവും പരിപൂർണമായും കലർന്നിരിക്കുന്ന ദൈവിക വ്യക്തിക്കാണ്. അതുകൊണ്ട് അവൾ ജന്മം കൊടുത്ത ഈശോ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായതുകൊണ്ട് അവൾ ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരിക്കുന്ന മിശിഹായുടെ അമ്മയാണ്. അതുകൊണ്ട് അവൾ ജന്മം കൊടുത്ത പുത്രൻ ദൈവമായതുകൊണ്ട് ആ ജന്മം കൊടുക്കുക എന്ന കാര്യം വഴി അവൾ ദൈവ മാതൃസ്ഥാനത്തിന് അർഹയാണ് എന്ന് തിരുസഭ അസന്നിഗ്ധമായിട്ട് വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ എഫെസസ് കൗൺസിലാണ്, 430 അവസാനിച്ച എഫെസസ് കൗൺസിലാണ് ഈ പറയുന്ന തെയോത്തോക്കോസ് എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നതെന്ന് വിചാരിക്കരുത്. സഭയുടെ വിശ്വാസം ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഭ ആവർത്തിച്ച് വീണ്ടും പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന തെയോത്തോക്കോസ്, ദൈവമാതാവ് എന്ന് പറയുന്ന ചോദ്യം, അതൊരു മരിയോളജിക്കൽ ക്വസ്റ്റ്യൻ അല്ല, ഇൻസ്റ്റഡ് ഇറ്റ്സ് എ ക്രിസ്റ്റോളജിക്കൽ ക്വസ്റ്റ്യൻ. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ സംഭവിച്ചിരിക്കുന്ന ക്രിസ്തു അവിടുന്ന് പൂർണ്ണ ദൈവമാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. അങ്ങനെ അവിടുന്ന് പൂർണ്ണ ദൈവമായിരിക്കുന്നതിനെ, അവിടുന്ന് ദൈവ സ്വഭാവത്തിൽ ഒന്നായിരിക്കുന്നതിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്. അതോടെ ഞാൻ പറഞ്ഞ വഴിക്ക് ഓർത്തഭാഗം പറയാം. അതാണ് ഹോമോ ഊസിയൂസ്. ഹോമോ ഊസിയൂസ്, HOMO USIUS അല്ലേ, ഊസിയൂസ്, USIOS, ഹോമോ ഊസിയോസ്. ഹോമോ ഊസിയോസ് എന്ന് പറഞ്ഞാൽ സത്തയിൽ പിതാവിന് തുല്യൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈശോ പിതാവിന് തുല്യനാണ് സത്തയിൽ എന്ന് പറഞ്ഞാൽ പിതാവ് എന്താണോ അത് തന്നെയാണ് പുത്രൻ. എന്താണോ എന്ന് പറഞ്ഞാൽ പിതാവ് ദൈവമാണെങ്കിൽ പുത്രനും ദൈവമാണ്. അതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സത്തയെക്കുറിച്ചും ആക്സെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വിശദീകരിക്കാത്തത്. ദൈവീക സത്തയിൽ പിതാവിനോട് തത്തുല്യനാണ്, അഥവാ അതേ സത്ത തന്നെയാണ് പുത്രൻ്റെത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ പുത്രനിലാണ്, ഈ ഹോമോ ഊസിയൂസ് ആയിരിക്കുന്ന പിതാവിനോട് തത്തുല്യനായിരിക്കുന്ന ഈശോയിലാണ് ഈ രണ്ട് ഭാവങ്ങളും, രണ്ട് നേച്ചറുകളും, നേച്ചർ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്, സ്വഭാവം എന്ന് മലയാളത്തിൽ പറയും, ഡിവൈൻ നേച്ചറും ഹ്യൂമൻ നേച്ചറും കലർന്നിരിക്കുന്നത്. അങ്ങനെ കലർന്നിരിക്കുന്ന
ഈശോയ്ക്കാണ് മാതാവ് ജന്മം കൊടുത്തത്. മാതാവ് ജന്മം കൊടുത്ത ഈശോ ദൈവം തന്നെ ആകയാൽ അവൾ ദൈവമാതാവ് എന്ന് തന്നെ വിളിക്കപ്പെടാൻ യോഗ്യയാണ് എന്നുള്ളതാണ് തിരുസഭയുടെ പ്രബോധനം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ ഇതിന് വലിയ അപകടം ഉണ്ടാകും. ദൈവമാതാവാണ് പരിശുദ്ധ കന്യാമറിയം. ഷീസ് മദർ ഓഫ് ഗാഡ്. മദർ ഓഫ് ഗാഡ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് അതിന്റെ കൂടുതൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കേണ്ടതുണ്ട്. ഷീസ് ദ മദർ ഓഫ് ഗാഡ്, ബട്ട് ഷീ ഈസ് നോട്ട് ദ മദർ ഓഫ് ദ ഡിവിനിറ്റി ഓഫ് ഗാഡ്. എന്ന് പറഞ്ഞ എന്താണ്? അവൾ ദൈവമാതാവാണ്, പക്ഷേ ദൈവത്തിന്റെ ദൈവത്വത്തിന്റെ അമ്മയല്ല. ദൈവത്തിന് ദൈവത്വം നൽകിയ അമ്മയല്ല അവൾ, അഥവാ ദൈവത്തെ ജനിപ്പിച്ചവളല്ല അവൾ. പകരം ദൈവമാതൃസ്ഥാനത്തിന് യോഗ്യയായിരിക്കുന്നവളാണ് അവൾ. അങ്ങനെ തന്നെ വിളിക്കപ്പെടാൻ യോഗ്യയാണ്, ദൈവമാതാവ് എന്ന് തന്നെ വിളിക്കപ്പെടാൻ യോഗ്യയാണ്. പക്ഷെ അതിന്റെ അർത്ഥം അവൾ ദൈവത്തിന് ജന്മം കൊടുത്തു എന്നാണ്, അല്ലാതെ ദൈവത്തിന്റെ ദൈവത്വത്തെ ജനിപ്പിച്ചു എന്നല്ല. ഡിവിനിറ്റി എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് ശ്രദ്ധിച്ച് ഓർക്കണം, അത് നമ്മളെടുത്ത് പറയണം. ഇതതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ന്യൂവാൻസ് ആണ് മാതാവിനെ കുറിച്ച് പറയുന്നത്. ഇത്രയും ടെക്നിക്കലായിട്ടൊക്കെ മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഭീകരമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മാതാവിന് ദൈവമാതൃസ്ഥാനം സഭ കൊടുത്തിരിക്കുന്നത് ചുമ്മാ ഇരിക്കട്ടെ, ഇച്ചിരി ഒരു വലിയ സ്ഥാനത്തിരുന്നോട്ടെ മാതാവ് എന്ന് കരുതിയത് കൊണ്ടല്ല. ഈശോയെക്കുറിച്ചുള്ള വ്യക്തതയുള്ള സഭയുടെ ധാരണയിൽ നിന്നാണ് മാതാവിനെ ദൈവമാതാവ് എന്ന് സഭ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8-ാമത്തെ അധ്യായം, അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ മലയാള പരിഭാഷയുടെ ട്രാൻസ്ലേഷൻ, മലയാള പരിഭാഷയുടെ ടൈറ്റിൽ അതിങ്ങനെയാണ്: ദൈവമാതാവായ ഭാഗ്യപ്പെട്ട കന്യകാമറിയം മിശിഹാ രഹസ്യത്തിലും സഭാരഹസ്യത്തിലും എന്നാണ്. മാതാവിനെ കുറിച്ചുള്ള ഈ 8-ാമത്തെ അധ്യായം അഥവാ ലൂമൻ ജെൻസിയത്തിന്റെ അവസാന ഭാഗം മാതാവിനെ കുറിച്ച് പരാമർശിക്കുന്നത് 2 പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഒന്ന് ക്രിസ്റ്റോളജിക്കൽ, 2 എക്ലസിയോളജിക്കൽ. മിശിഹ രഹസ്യപരം എന്ന് വേണമെങ്കിൽ, ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്ന അത്ര ഉചിതമായിരിക്കണമെന്നില്ല, കാരണം ആളുകൾക്ക് അത് കേൾക്കുമ്പം മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്തത് കൊണ്ട്. അസമയം ഇംഗ്ലീഷിലെ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ആൾക്കൊരു പ്രശ്നമില്ല, ക്രിസ്തു ശാസ്ത്രം എന്നൊക്കെ. നമുക്ക് കുറച്ചുകൂടെ മിശിഹ രഹസ്യപരം എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ച് രസം എന്നെനിക്ക് തോന്നുന്നു. ആളുകൾക്ക് ഈ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, ശാസ്ത്രീയ പഠനം എന്നാണ് അതിന്റെ അർത്ഥമല്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ക്രിസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പെട്ടെന്ന് കേട്ട് പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് നമുക്ക് പറയാൻ കുറച്ചുകൂടെ ഉചിതമായത്, പ്രത്യേകിച്ച് ഒരു പൗരസ്ത്യ സഭയുടെ പശ്ചാത്തലത്തിലൊക്കെ മിശിഹ രഹസ്യപരമായി എന്ന് വേണമെങ്കിൽ പറയാം. മിസ്റ്റിക്കൽ, ഒരു മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, അതിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും സഭാരഹസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുമാണ് മാതാവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ മാത്രമേ മാതാവിനെ കുറിച്ചുള്ള സംസാരം, മരിയൻ ടോക്ക്, മരിയോളജിക്കൽ എലാബറേഷൻ അത് പ്രോപ്പർ ആവുള്ളൂ. അതുകൊണ്ട് മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാനുള്ള 1-ാമത്തെ കണ്ടീഷൻ, പ്രൈമറി കണ്ടീഷൻ, അത് മാതാവിനെ കുറിച്ചുള്ള സകല പ്രബോധനങ്ങളും ഈ 2 പില്ലറുകളിൽ നിൽക്കണം എന്നതാണ്. അത് മാതാവെന്ന് പറയുന്ന പില്ലറിലല്ല മാതാവിനെ കുറിച്ചുള്ള പ്രബോധനം പറഞ്ഞു തുടങ്ങേണ്ടത്, നിലനിൽക്കേണ്ടത്. പകരം മറ്റു 2 പില്ലറുകളിലാണ്. ഒന്ന് ക്രിസ്റ്റോളജിക്കൽ പില്ലറാണ്, 2-ാമത്തേത് എക്ലേസിയോളജിക്കൽ പില്ലറാണ്. ഈ ക്രിസ്റ്റോളജിക്കൽ പില്ലറിനെ കുറിച്ചും എക്ലേസിയോളജിക്കൽ പില്ലറിനെ കുറിച്ചുമാണ് നമുക്ക് മാതാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുഴുവനും പറയാനായിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങാൻ പോകുന്നത്. അതിന്റെ 1-ാമത്തെ പോയിന്റ് മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞത്. പരിശുദ്ധ കന്യകാമറിയം അവൾ ദൈവമാതാവാണ്. കാരണം അവൾ ക്രിസ്തുവിന്റെ ദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭ CCCയുടെ 487 അത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ്: മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. ഈ വാചകം മനസ്സിലാക്കാതെ ഒരാൾ മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ആ പറച്ചിൽ അടിസ്ഥാനപരമായി തെറ്റായിരിക്കും. മാതാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത് എന്ത് കാര്യത്തിലും, ഇപ്പൊ ജപമാലയെ കുറിച്ച് പറയുന്നു, അവിടെ ഈ വാചകം ഓർക്കുന്നില്ലെങ്കിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്,
മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതാണ് എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിന്നുകൊണ്ടല്ലാതെ മാതാവിനെ കുറിച്ചുള്ള എന്ത് പരാമർശവും, മാതാവിന്റെ തിരുനാളാഘോഷിക്കലാവട്ടെ, മാതാവിനുള്ള നൊവേനകൾ അർപ്പിക്കലാവട്ടെ, ജപമാല ചൊല്ലുന്നതാവട്ടെ, മാതാവിനെ കുറിച്ചുള്ള ഡോക്ട്രിൻസ് അവതരിപ്പിക്കുന്നതാവട്ടെ, ഏത് കാര്യത്തിലും അപകടകരമായ വിധം വഴിതെറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നാമത് പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. അതെന്തപ്പ അങ്ങനെ എടുത്തു പറയുന്നത്? അപ്പൊ ആർക്കപ്പം വിശ്വാസം ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിശ്വാസ രഹസ്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാമല്ലോ, കത്തോലിക്ക വിശ്വാസം, അതൊരാൾ കത്തോലിക്ക വിശ്വാസി ആകണമെങ്കിൽ എന്ത് വേണമെന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. ആ വ്യക്തി കത്തോലിക്ക സഭയുടെ എല്ലാ പ്രബോധനങ്ങളും ഒന്നുപോലും വിടാതെ മുഴുവനും ഒരുപോലെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. കത്തോലിക്ക വിശ്വാസം പൂർണ്ണമായും ഒന്നുപോലും വിട്ടുകളയാതെ ഏറ്റുപറയാൻ ഓരോ ക്രിസ്ത്യാനിയും ഓരോ കത്തോലിക്ക വിശ്വാസിയും ബാധ്യസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം വിശ്വസിച്ചാൽ പോരാ എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് തിരുസഭയെക്കുറിച്ച്, തിരുസഭ ഏകമാണ്, സാർവത്രികമാണെന്നോ കുഴപ്പമില്ല, ശ്ലൈകികമാണ്, അതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പരിശുദ്ധമാണ്, ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കത്തോലിക്ക വിശ്വാസത്തിനകത്ത്. ഒന്നുകിൽ എല്ലാം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതല്ലാതെ ഒരു തേർഡ് പൊസിഷൻ ഇല്ല. ഒന്നുകിൽ നിനക്കൊരു കത്തോലിക്ക വിശ്വാസി ആയിരിക്കാം, കത്തോലിക്ക സഭയുടെ എല്ലാ പ്രബോധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഒരു കത്തോലിക്ക വിശ്വാസി അല്ലാതിരിക്കാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് വിശ്വസിച്ചുകൊണ്ട് ഒരു കത്തോലിക്ക വിശ്വാസി ആയിരിക്കാൻ പറ്റില്ല. ഇത് പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. അതിതാണ്, പല പള്ളികളിലും ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഈ പറയാൻ പോകുന്നത്. അതിതാണ് വിശ്വാസ പ്രമാണം ആലപിക്കുന്ന, അത് വളരെ സന്തോഷകരമാണ്. വിശ്വാസ പ്രമാണം പള്ളിയിലെ വിശുദ്ധ കുർബാന മധ്യ ആലപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. നിർഭാഗ്യവശാൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കാണാറുള്ളത് വിശുദ്ധ കുർബാനയില് ഹല്ലേലൂയ ഗീതമോ അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന് പറയുന്ന ആ ഗീതമോ പോലും വളരെ ദൈർഘ്യത്തോടെ നല്ല ബിറ്റൊക്കെ ഇട്ട് വായിക്കുന്ന ഗായക സംഘം, എന്നാ പിന്നെ വിശ്വാസമാണൊക്കെ ചുമ്മാ ചെല്ലിയാൽ മതി എന്ന് കേറാൻ നേരത്ത് അച്ഛന്റെ അടുത്ത് എന്ന് തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വിശ്വാസ പ്രഖ്യാപനം. അത് ഒരേ സമയം വിശ്വാസ പ്രഖ്യാപനവുമാണ്, അത് പ്രാർത്ഥനയുമാണ്. അത് ഏറ്റവും സോളമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പല ദേവാലയങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഗായക സംഘമാണ് ചെയ്യുന്നത്. സാധാരണ കൊയറിനകത്ത് 2 പേര് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ, മെയിൽ വോയിസും ഉണ്ട്, ഫീമെയിൽ വോയിസും ഉണ്ടാവും. ഇവരെന്താ ചെയ്യാന്നറിയാമോ? ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഗീതം കന്യകകളായി മാറി 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 പാടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെ, ഒരു ഭാഗം സ്ത്രീകൾ പാടും, ഒരു ഭാഗം പുരുഷന്മാർ പാടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്വർഗസ്ഥനായ പിതാവെ അങ്ങനെ മാറിപ്പാടാം, കുഴപ്പമില്ല. പക്ഷേ വിശ്വാസ പ്രമാണം ഒരിക്കലും അങ്ങനെ ഭാഗങ്ങളായി മാറി മാറി പാടരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിശ്വാസ പ്രമാണത്തിലെ ഓരോ പ്രമാണവും, ഓരോ ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്തും എല്ലാ കത്തോലിക്ക വിശ്വാസിയും ഏറ്റുപറയാൻ ബാധ്യസ്ഥനാണ്. പകുതി ഞാൻ പറയാം, ബാക്കി നീ പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഏറ്റുപറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് ഗായക സംഘത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും അത് 2 പേർ വീതം മാറി മാറി പാടേണ്ടതല്ല. പകരം ദ ഹോൾ കമ്മ്യൂണിറ്റി, ആ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ഒന്നടങ്കം ഒരുമിച്ച് അതിന്റെ ആദ്യ വാക്ക് മുതൽ അവസാന വാക്ക് വരെ ഏറ്റുപറയേണ്ടതാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ നമ്മൾ കത്തോലിക്ക വിശ്വാസിയാവും. പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആ വിശ്വാസ പ്രമാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് എന്ന് പറയുന്ന ഭാഗം. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞ് 1-2 ആളുകളുടെ പേര് മാത്രമാണ് മനുഷ്യരായിട്ടുള്ളവരുടെ പേരുകളെ വിശ്വാസ പ്രമാണത്തിൽ ഉള്ളൂ എന്ന് നമുക്കറിയാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേര് എടുത്തു പറഞ്ഞ് നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കത്തോലിക്ക വിശ്വാസം ഇല്ല. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും, മാതാവ് അതൊക്കെ ചുമ്മാ ഓരോന്നില്ല, എനിക്ക് ഈശോയിലല്ല വിശ്വാസം, സഭയിൽ വിശ്വാസമൊക്കെ, ഈ മാതാവിന്റെ പേടിയൊന്നും ഞാനില്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ ആ വ്യക്തിക്ക് മാതാവിനെ കുറിച്ചുള്ള പ്രബോധനം സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം നമ്മളിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്ന ഇതാണ്: പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള വിശ്വാസം
സഭയിൽ ഏതെങ്കിലും കാലത്ത് ചുമ്മാ ഉണ്ടായി വന്നതോ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു മാതൃസ്നേഹത്തോടുള്ള വികാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രാചീനമായ കഥകളിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടതോ ആയതല്ല. പകരം ആദിമ സഭയുടെ ജീവിതം മുതൽ നിലനിന്നതും സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്നതും കത്തോലിക്കരായ നമ്മൾ എല്ലാവരും ബോധ്യപ്പെട്ട് ഏറ്റുപറയാൻ കടപ്പെട്ടതുമായിരിക്കുന്ന വിശ്വാസ രഹസ്യമാണ്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നും എക്ലേസിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഈ ക്ലാസ് അതൊരു ആമുഖം പോലെ അവസാനിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഈ പിന്നെ ഇമാക്കുലേറ്റ് കൺസെപ്ഷനും ഈ ജനന തിരുനാളും 2 ദിവസമായിട്ട് ആഘോഷിക്കുന്ന ഒന്ന് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ജനിച്ച ഗർഭത്തിൽ ഉരുവായ ദിവസം കണക്കാക്കിയത് കൊണ്ടാണോ ഈ ജന്മത്തിരുന്നാളും കൂടെ ഒന്നിച്ച് ഒരു ദിവസം ആകാത്തതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? രണ്ടും രണ്ടായിട്ട് ആഘോഷിക്കുന്നു. തിരുസഭയിലെ തിരുനാളുകളെ കുറിച്ച് പൊതുവിൽ പറയാവുന്നത് പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ് അനുസ്മരിക്കുന്നത്. ബയോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, ക്രോണോളജിക്കൽ സംഭവങ്ങളല്ല അനുസ്മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാതാവിന്റെ വിശുദ്ധിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മാതാവിനെ സംബന്ധിക്കുന്ന വിശ്വാസ രഹസ്യങ്ങളുടെ ഹൈലൈറ്റ്സ് അതാണ് ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തിരുനാളുകൾ ഇപ്പം മാതാവ് ജനിച്ച ദിവസം തന്നെ വിശുദ്ധീകരിക്കും അങ്ങനെയാണെങ്കിൽ അത് രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ദൈവിക രഹസ്യമാണ് ആഘോഷിക്കപ്പെടുന്നത് മാതാവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം എന്നതിനേക്കാൾ. ഇപ്പൊ അമലോത്ഭവ തിരുനാൾ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ അമലോത്ഭവം നടന്ന ദിവസത്തിന്റെ ഓർമ്മയാചരണമല്ല, പകരം മാതാവിന്റെ അമലോത്ഭവം എന്ന ദൈവിക രഹസ്യത്തിന്റെ ആഘോഷമാണ്. ദാറ്റ് കുഡ് ബി എനി ഡേ. ഹലോ, സ്തുതിയായിരിക്കട്ടെ. ഒരു ചോദ്യം, അതായത് ഈ ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 2:6 ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഇപ്പൊ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിന്റെ മനുഷ്യ വ്യക്തിത്വത്തിലായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നു എന്നുള്ളത് വിശ്വസിക്കുന്ന ആ പൂർണ്ണ മനുഷ്യനായ ദൈവമായ സമാനത കൈവിടിഞ്ഞ് ദാസൻ രൂപം സ്വീകരിച്ച ആ സമയത്ത് തീർച്ചയായിട്ടും പാപം ഒഴികെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നയിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പറഞ്ഞപ്പം. അപ്പം ദൈവത്വവും മനുഷ്യത്വം അവിടെ പൂർണ്ണതയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ മനുഷ്യാവതാരം യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടിരുന്നു, അങ്ങനെയല്ല എന്ന് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ എന്നുള്ളത് പൂർണ്ണമായി ശരിയാണ്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നു എന്ന് പറയണം. അത് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ ഈശോ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി. പിന്നെ രണ്ടാമത് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട്, അതായത് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം, അപ്പം ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ അച്ഛൻ ഒരു സ്റ്റാൻസ പാടുന്നു, ജനങ്ങൾ 2-ാമത്തെ സ്റ്റാൻസ, വീണ്ടും അച്ഛൻ 3-ാമത്തെ സ്റ്റാൻസ, അങ്ങനെ പാടുമ്പോ അച്ഛനും പറഞ്ഞു എനിക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് വിശ്വാസ പ്രമാണം നമ്മളെല്ലാവരും ഏറ്റു ചൊല്ലേണ്ടതാണല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനിപ്പോ അച്ഛനത് പറഞ്ഞപ്പോ അതൊട്ടൊരു ക്ലാരിറ്റി ആയി. അതുകൊണ്ട് ഞാൻ ആളുകളോട് പറയാം. ചിലപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് ആളുകൾ ന്യായീകരിക്കാം, അത് ഒരാൾ പാടുന്നു ബാക്കിയാണ് ഞങ്ങൾ മനസ്സിൽ പാടുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും പറയാനില്ല. അത് മുഴുവനും നമ്മൾ ഏറ്റു പറയേണ്ടത് തന്നെയാണ്. അച്ഛാ, എനിക്ക് 2 സംശയങ്ങൾ നേരത്തെ തൊട്ടുള്ളതാണ്. ഇപ്പൊ അച്ഛന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഒന്ന് ചോദിക്കാന്ന് കരുതി. നമ്മള് മലയാളത്തില് ജപമാല ചെല്ലുമ്പോഴത്തേന് ജപമാലയ്ക്ക് മുമ്പായിട്ട് അളവില്ലാത്ത സ്ഥലധർമ്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. അതിനകത്ത് പ്രാർത്ഥന ചൊല്ലി തമ്പുരാനോട് അപേക്ഷ ചോദിച്ചുകൊണ്ട് മാതാവിന്റെ സ്തുതിക്കായിട്ട് ഈ ജപമാല അർപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തത കുറവില്ല. നമ്മൾ മാതാവിന്റെ ജപസ്തുതിക്കായിട്ടല്ലല്ലോ ചെല്ലുന്നത്. ഞാൻ നേരത്തെ തൊട്ട് അത് തിരുത്തിയിട്ട് ഞാൻ പിള്ളേരോട് ഉൾപ്പെടെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നത് മാതാവിനോട് ചേർന്ന് ദൈവസ്തുതിക്കായിട്ട് ജപമാല അർപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നത്. അതില് എന്തെങ്കിലും ഉണ്ടോ? അതാണ് കുറച്ചുകൂടെ ശരിയെന്ന് വേണമെങ്കിൽ പറയാവുന്നത്. മാതാവിനോട് ചേർന്ന് ദൈവസ്തുതിക്കായി ഇത് ഒന്നാമത് ജപമാല ഒരു പോപ്പുലർ പ്രയർ ആണ്. അതിന്റെ പരിഭാഷകൾ പഴയ മലയാളത്തിൽ മുതൽ ആരംഭിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, ആളുകൾ മോഡിഫൈ ചെയ്തതുകൊണ്ട്, അങ്ങനെ പലതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ജപമാലയുടെ ഈ പറഞ്ഞ പ്രാരംഭ പ്രാർത്ഥനയൊക്കെ അതിനോട് ആഡ് ചെയ്യപ്പെട്ട
ഭാഗങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ കൺഫ്യൂഷൻ, ഇതൊക്കെ പരിഭാഷയുടെ കൺഫ്യൂഷനാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാധന എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് അത് ചെല്ലുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ കേട്ടില്ല, വി ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ആശീർവദിക്കുന്നല്ല, ഞങ്ങൾ സ്തുതിക്കുന്നു എന്നൊക്കെയാണ്. അപ്പൊ മലയാളത്തിലാണ് പോലും ആകാശങ്ങളിൽ ഇരിക്കുന്ന എന്ന് പണ്ട് ഉപയോഗിച്ചിരുന്ന ആകാശങ്ങൾ, ഹിമ്മൽ, ഉൻസർ ഫാച്ചറിൻ ഹിമ്മൽ എന്ന് ജർമ്മനി പറയുന്ന ഹിമ്മൽ എന്ന് ഇപ്പോഴും അവർ ഇംഗ്ലീഷ് പറയും. ഹിമ്മൽ എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്ന് പറഞ്ഞ ഒരു സൂചിപ്പിക്കുന്ന പദമാണ് സ്വർഗത്തെ. അപ്പൊ അങ്ങനെ ഭാഷയുടെ പദപ്രയോഗങ്ങളുടെ പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. അത് കൂടുതൽ അർത്ഥപൂർണമായി നമുക്ക് പരിഷ്കരിക്കുന്നതിനകത്തൊരു കുഴപ്പമില്ല. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എനിക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതില് 55 ഈ ദിവസങ്ങളില് കേട്ടു. 56 ഇതുവരെ വന്നിട്ടില്ല. കുറച്ചുകൂടി നേരത്തെ അയക്കാൻ പറ്റുമെന്ന് ചോദിക്കണേ സംഘാടകരോട്. അന്ന് ഇതിനു മുമ്പ് അത് കൂടുവായിരുന്നു നല്ലതായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഇപ്പോഴത്തെ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് സ്തംഭിച്ചിരുന്നു പോയി. ശ്വാസം വിടാതെ കേട്ടു, എഴുതി ഒക്കെ എടുത്തു. ഒത്തിരി ആഴമുള്ള അറിവാണ്. അറിയാവുന്നതാണെങ്കിലും കുറച്ചുകൂടി ആഴത്തിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ പഠനമൊക്കെ ശരിക്കും വൈദികർക്കും എല്ലാവർക്കും കിട്ടുവാണ് നല്ലതായിരുന്നു. കാരണം ഞങ്ങളെക്കാളൊക്കെ കൂടുതലായിട്ട് വൈദികരാണല്ലോ പ്രബോധനം കൊടുക്കുന്നത് ദേവാലയങ്ങളിലെ ഇടവകളിലൊക്കെ ജനങ്ങൾക്ക്. അപ്പൊ അതുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരു ചിന്ത വന്നു. പിന്നെ വിശുദ്ധരോടുള്ള അതാണ് സംശയം. വിശുദ്ധരോടുള്ള ആദരവ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ആദരവാണ്, ബഹുമാനമാണ്, വണക്കമാണ് എന്നൊക്കെ. പക്ഷെ ചില പാട്ടുകളൊക്കെ സെബസ്ത്യാനോസ് പുണ്യാന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ പാപികൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റ് മരിച്ചവൻ, അതൊക്കെ ഈശോയ്ക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന വാക്കുകളാണ്. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ആരാധനയുടെ ഭാവത്തിലേക്കും ഒക്കെ. അപ്പൊ അതിനൊക്കെ എന്നാ മാറ്റം വരിക? അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ ആഴമായിട്ട് ജനങ്ങൾക്കും കൂടി ദൈവജനത്തിനും കൂടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി തരണമേ എന്നാണ് ചോദ്യം, അല്ലാതെ ഉത്തരമായിട്ട് പറയുന്നത്. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ നല്ല പാട്ടുകൾ എഴുതാനായിട്ട് കഴിവുള്ളവരും ഈശോയുടെ ഒത്തിരി സ്നേഹമുള്ള ആളുകളൊക്കെയാണ് പാട്ടുകൾ എഴുതുകയും അത് മ്യൂസിക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവർ പലപ്പോഴും അവരിങ്ങനെ സെമിനാരി പഠിച്ചവരോ ഒന്നും ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അവര് കേട്ടിട്ടുള്ളത് വെച്ചാണ്. അപ്പൊ ഇത് എവിടെന്നാ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദികരായ ഞങ്ങളെല്ലാവരും, ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും ഇതെല്ലാം മുഴുവനും പഠിക്കുന്നതാണ്. അപ്പൊ അവര് പള്ളിയിലൊക്കെ പറയുമ്പം നമ്മൾ ആളുകൾ ആവശ്യപ്പെടണം, അച്ഛാ കുറച്ചുകൂടെ ഡോക്ടറൽ ആയിട്ടുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദഹിച്ചോളും എന്നൊക്കെ. കാരണം അച്ഛന്മാരുടെ പലരുടെയും ഒരു മിഥ്യാധാരണ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മനുഷ്യനോട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ, അതല്ലേ പറയേണ്ടത്, അവർക്ക് അതല്ലേ ആവശ്യം. ഈ മനുഷ്യൻ പണിയെടുത്ത് മടുത്തു വന്നിരിക്കുന്ന സമയത്ത് ഇവരോട് ഈ പറഞ്ഞ ഡോക്ടറിനൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരെന്താകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തെ കുറിച്ച്. ഞാൻ ഇപ്പൊ സെമിനാരിൽ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യം, മനുഷ്യനോട് ജീവിതഗന്ധിയായിട്ടല്ല പറയേണ്ടത്, നിത്യജീവിതഗന്ധിയായിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. നിത്യജീവിതഗന്ധിയായിട്ടാണ് പറയേണ്ടത്. അതിൽ നിന്ന് അവൻ ജീവിച്ചോളും, ജീവിക്കാൻ പറ്റും, അതിൽ നിന്നാണ് ജീവിതം ഉണ്ടാകുന്നത്. നമ്മളൊരു ക്രിസ്ത്യൻ ആർട്ട് ഓഫ് ലിവിങ് അല്ലല്ലോ കൊടുക്കേണ്ടത്. നമ്മൾ തന്നെ അച്ഛന്മാരെ ഈ ബഹുമാനപ്പെട്ട വൈദികരുടെ പ്രബോധനത്തിന്റെ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ പ്രബോധനം തരും, അത് കൂടുതൽ സന്തോഷകരമാണ് എന്ന് നമ്മൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയാൽ കുറച്ചുകൂടി അവർ കൂടുതൽ പറയാൻ തുടങ്ങുമായിരിക്കും എന്ന് എനിക്ക് തോന്നാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കപ്പെടുമ്പം അവരോട് ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ എഴുതുന്ന പാട്ടുകൾക്കകത്തൊക്കെ ശരിക്കും ഈ പാട്ടുകൾ വല്ലാത്ത ഒരു കാറ്റഗിസിസ് ആണ്, വല്ലാതെ പഠിപ്പിക്കുന്നതാണത്. അപ്പൊ അതൊക്കെ കുറെ കൂടെ അർത്ഥപൂർണമാകും, തെറ്റുകൾ കുറയാൻ ഇടവരും. ഇത് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ വേണ്ടി പീഡയേറ്റ് മരിച്ചത് മറ്റേ സെബസ്ത്യാനോസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. കേൾക്കാം. അച്ഛാ, എനിക്കൊരു സംശയമുള്ളതേ, നമ്മുടെ പള്ളികളിലെ ഈ ജപമാല മാസത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ജപമാല. അതായത് ജപമാല മാസത്തിലൊക്കെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മാതാവിന് ജപമാല ചൊല്ലുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം മുമ്പൊരിക്കൽ കാര്യമായി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ചുമ്മാ ഒന്നുകൂടെ പറയാം. അത് ഈ പറഞ്ഞ പോലെ ജപമാല എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയേണ്ട കാര്യമാണ്. ജപമാല യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും കരുതുന്നത് പോലെ അത് മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയല്ല, പകരം അതൊരു ക്രിസ്റ്റോളജിക്കൽ പ്രെയർ ആണ്.
മാതാവിനോടുള്ള പ്രാർത്ഥന എന്നതിനേക്കാൾ അത് ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ്. ക്രിസ്തു രഹസ്യങ്ങളെ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട പരിത്രാണ കർമ്മങ്ങളെ അനുസ്മരിക്കുന്നതാണത്. അപ്പൊ അത് അനുസ്മരിക്കുന്നത് മാതാവിനോട് ചേർന്നാണ് എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അവളാണ് ഈ രഹസ്യങ്ങളെല്ലാം ആഴത്തിൽ സംഗ്രഹിക്കുകയും അതിന് കൂട്ടുചേർന്ന് നിൽക്കുകയും ചെയ്തു. ഇപ്പൊ ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭിണിയായ മറിയം ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. അത് എങ്ങനെയാണ് നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ അത് അനുഭവിക്കുകയും അറിയുകയും ചെയ്ത അവളാണ്. അപ്പോൾ അവളോട് ചേർന്ന് ധ്യാനിക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ അതിനെ ഭാവാത്മകമായി മനസ്സിലാക്കാം. ജപമാല ക്രിസ്തു രഹസ്യങ്ങളുടെ ഒരു ധ്യാനമാണ്, മിശിഹ രഹസ്യങ്ങളുടെ ഒരു ധ്യാനമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ മനുഷ്യാവതാരം മുതൽ കുരിശുമരണം വരെയുള്ള ദൈവിക രഹസ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഏടുകൾ, മൈൽ സ്റ്റോൺസ്, അവ പെറുക്കിയെടുത്ത് അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ജപമാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ധ്യാനിക്കൽ മാത്രം നടക്കാതെ ബാക്കി പ്രാർത്ഥന ചെല്ലൽ മാത്രം നടക്കുന്നുള്ളതാണ് കുഴപ്പം. ധ്യാനിക്കാം എന്നുള്ളതാണ്. അത് ധ്യാനിക്കാൻ മാതാവിന്റെ സഹായം തേടിക്കൊണ്ട് തുടർന്ന് നമ്മൾ മാതാവിനോട് മാലാഖ സംസാരിച്ച വാക്കുകളും മാതാവ് വഴി മാധ്യസ്ഥം യാചിക്കുന്നൊക്കെ അതിന്റെ കൂടെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മിശിഹ രഹസ്യങ്ങളാണ് അതിന്റെ കേന്ദ്രം. അപ്പോ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് ഈ മിശിഹ രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിനകത്തൊരു കുഴപ്പമില്ല. ഇനി അത് അവയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിന് ഫിസിക്കലായിട്ട് പോലും സന്നിഹിതയായിരുന്ന പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യത്തിലും മാധ്യസ്ഥത്തിലും യാചിക്കുന്നത് ഒട്ടും കുഴപ്പമില്ല. അതുകൊണ്ട് ജപമാല ചൊല്ലുന്നത്, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ചെല്ലുന്നതിനെ ഒരു കുറ്റമെന്ന് പറയാനേ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ശരിയായ അർത്ഥം. അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാവുന്ന വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം അതാണ്. പിന്നെ അങ്ങനെ ആകുലപ്പെടേണ്ട കാര്യവുമില്ലാത്തതിന്റെ മറ്റൊരു കാരണം, വിശുദ്ധ കുർബാനയുടെ ആരാധന അതൊരു സാക്രമെന്റ് അല്ല, അതൊരു സാക്രമെന്റലാണ്. അതായത് അതൊരു കൂദാശയല്ല. കൂദാശയുടെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുഴപ്പമാണ്. അതേസമയം വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് നമുക്ക് പാട്ടുകൾ പാടാമെങ്കിൽ, നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ നടത്താമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കാമെങ്കിൽ നമുക്ക് തീർച്ചയായും വിശുദ്ധ അഗ്രഗണ്യൻ എന്ന് പറഞ്ഞാലും പോരാ, ഏറ്റവും ഉന്നതമായ വണക്കത്തിന് യോഗ്യയായ മറിയവും അവിടെ സന്നിഹിതയായിരിക്കെ അവളോടുള്ള കൂട്ടായ്മയിൽ അത് ധ്യാനിക്കുന്നതിനെ തെറ്റെന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു പള്ളിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. വിശുദ്ധ കുർബാനയെ അവഗണിച്ചുകൊണ്ട് കൊന്ത ചെല്ലുന്നതിനെ മാത്രം നമ്മൾ മാറ്റിക്കളഞ്ഞാൽ മതി. കുറച്ചുകൂടെ ഉചിതമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കുകയും അതിന്റെ പാട്ടുകൾ പാടുകയും ആരാധന അർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ആരാധനയുടെ ഭാഗമായി മാതാവിനോട് ചേർന്ന് ഈശോ ചെയ്ത രക്ഷാകര കർമ്മങ്ങൾ അനുസ്മരിച്ച് അവിടുത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യാം. അതിന് ടെക്നിക്കലി, തിയോളജിക്കലി, ലിറ്റർജിക്കലി ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ക്ലാസ് ഒത്തിരിയേറെ ഉപകാരപ്രദമാണ് എന്ന് ആദ്യമേ പറയുന്നു. എന്റെ ചോദ്യം, അച്ഛൻ പറഞ്ഞല്ലോ ഹോമോസിയൂസ് സത്തയില് പിതാവും പുത്രനും തുല്യരാണെന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു ചോദ്യമാണ്, പരിശുദ്ധാത്മാവും തീർച്ചയായിട്ടും അതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. പിതാവും പുത്രൻ, അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പറഞ്ഞതിന്റെ സൂചന ഇതാണ്: പിതാവിനേക്കാൾ കുറഞ്ഞ ഒരു ദൈവമല്ല ഈശോ എന്ന് മാത്രം. പിതാവ് എന്തുമാത്രം ദൈവമാണോ അത്രമാത്രം ദൈവമാണ്. ഇതൊക്കെ മാനുഷികമായ വാചകങ്ങൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിതാവ് എന്തുമാത്രം ദൈവമാണോ അത്രമാത്രം തന്നെ ദൈവമാണ് പുത്രനും എന്നൊക്കെയാണ് അതിന്റെ ധ്വനി. അതുകൊണ്ട് ത്രിത്വിക ദൈവം ഒരു സത്തയാണ്, ഒരേ സത്തയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞാൻ ചോദിക്കാനുള്ള 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു മറ്റുള്ളവര്. എങ്കിലും ഒരെണ്ണമുണ്ട്. ഈ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രായശ്ചിത്തം തരുമ്പോ പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായിട്ട് ഇത്ര സ്വർഗസ്ഥനായ പിതാവേ, ഇത്ര നന്മ നിറഞ്ഞു മറിയുമേ, അല്ലെ ഇപ്പൊ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സ്തുതിക്കായിട്ടെന്ന്. അപ്പോഴത്തേനും പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വരുന്നത് അവരെ സ്തുതിക്കണോ, അത് അങ്ങനെയാണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ വരുമായിരുന്നു. അപ്പൊ അതാണോ കറക്റ്റ്? അല്ല, അങ്ങനെ പറയാവോ? ഇല്ല, അതെന്നറിയാം. ഈ പഴയ വല്യച്ഛന്മാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വർഷിപ്പ് എന്നുള്ള അർത്ഥമല്ല. അതായത് മാതാവിനെ അനുസ്മരിച്ചുകൊണ്ട്, മാതാവിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട്, മാതാവിനിലൂടെ നൽകപ്പെട്ടിട്ടുള്ള നന്മകളുടെ യോഗ്യതകളോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നൊക്കെ അതിനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അൽഫോൻസാമ്മയുടെ
സഹനത്തെ ഉൾക്കൊണ്ടും അതിനോട് ചേർന്ന് നിന്നുകൊണ്ടും ആ സഹനത്തിന്റെ പങ്കാളിത്തം യാചിച്ചുകൊണ്ടും നിന്റെ സഹനത്തെ, ഈ പ്രാർത്ഥനയെ സമർപ്പിക്കൂ എന്ന് പറയുന്ന കാര്യമാണ്. അത് പുണ്യവാന്മാരുടെ ഐക്യത്തോട് ചേർത്ത് അവരുടെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വെക്കാൻ പറയുന്നതാണ്. അത് തിയോളജിക്കലി ഓക്കെയാണ്. ഈ വാക്കിന് മാത്രമാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ കുമ്പസാരത്തിലൂടെ നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങളുടെ ശിക്ഷ അവ സ്വീകരിക്കാൻ നമുക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി കൂടെ പരിഹാരം ചെയ്ത ഈശോയുടെ പരിത്രാണ കർമ്മത്തോട് തങ്ങളെ തന്നെ കൂട്ടിച്ചേർത്ത് വെക്കാനായിട്ട് ശ്രമിച്ച വിശുദ്ധർ, രക്തസാക്ഷികൾ, അവർ ചെയ്യുന്നത് അവരുടെ സഹനങ്ങളെ നമ്മുടെ പാപങ്ങളുടെ, ലോകത്തിന് മുഴുവന്റെയും ഒക്കെ പാപികളുടെ മാനസാന്തരത്തിനൊക്കെ ആയിട്ടാണ് അവര് തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ ആ സഹനങ്ങളിലും പീഡകളിലും രക്തസാക്ഷിത്വത്തിലും ഒക്കെ നമുക്കും ഒരർത്ഥത്തിൽ സഭാഗാത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് പങ്കാളിത്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് നീ അത് സമർപ്പിക്കുക. നിന്റെ ഒറ്റയ്ക്കുള്ള പരിശ്രമം അല്ല നീ ചെയ്യുന്ന ഈ പരിഹാര കർമ്മം എന്നൊക്കെ ഓർപ്പിക്കലാണ് അതിന്റെ ഉദ്ദേശം. വിശുദ്ധര് വഴി ആ കുടുംബത്തിനകത്ത് നൽകപ്പെടുന്ന നന്മയിലാണ് പങ്കാളിയാവുന്നത്. അല്ലാണ്ട് നിന്റെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നിന്റെ പാപത്തിന്റെ പരിഹാരമാകുന്നത് എന്നൊക്കെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ പേരൂടെ ചിലപ്പോൾ ചില വലിച്ചമാരൊക്കെ പരാമർശിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുള്ളത്. അതിനൊരിക്കലും ഈ സ്തുതി എന്ന് പറയുന്ന വാക്കിന്റെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം ഉപയോഗിക്കേണ്ടതില്ല. അതെ, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ എനിക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പൊ ഇപ്പോൾ എൻ്റെ ഒരു സംശയം, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് എങ്കിൽ കൂടി ഒരു ഡൗട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഇട്ടുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇവിടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരിക്കും ഈശോ ദൈവത്തിന് അർപ്പിച്ച കുരിശിലെ ബലിയുടെ അനുസ്മരണമാണോ അതോ അന്ത്യത്താഴത്തിന്റെ അനുസ്മരണമാണോ? ഇപ്പൊ ഞാനൊരു സീറോ മലബാർ സഭയിലെ അംഗമാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഡൗട്ടാണ്. ഈശോ കുരിശിൽ അർപ്പിച്ച ബലിയാണ് എന്നുള്ളതാണ് ഞാൻ ധരിക്കുന്നത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മിശിഹായുടെ ഒരു ഇവന്റിന്റെ അനുസ്മരണം എന്നതിനേക്കാൾ മിശിഹായുടെ രക്ഷാ രഹസ്യങ്ങളുടെ അനുസ്മരണമാണ്. അഥവാ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര ചരിത്രത്തിന്റെ തന്നെ അനുസ്മരണമാണത്. അതുകൊണ്ട് തന്നെ ഈശോയെ ചെയ്ത ഒരു പ്രവൃത്തി, ഇപ്പൊ ഉദാഹരണത്തിന് അന്തിമ അത്താഴ വേളയിൽ ഈശോ ചെയ്ത ആ കാര്യത്തെ പുനരവതരിപ്പിക്കുക എന്നുള്ള ലിറ്ററൽ അർത്ഥമല്ല ശരിക്കും വിശുദ്ധ കുർബാനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന മുതൽ നമ്മൾ സീറോ മലബാർ കുർബാന ഓർത്ത് നോക്കിക്കേ, ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അഥവാ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്, അല്ലെ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ എന്ന് പറഞ്ഞല്ലേ പാടുന്നത്. അത് ഏത് പാട്ടാണ്? അത് മാലാഖമാർ ഈശോയുടെ ജനനത്തിൽ ഉദ്ഘോഷിച്ച ഗാനമാണ്. ഇനി മനുഷ്യാവതാരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ ശുശ്രൂഷകൾ. അതുകൊണ്ടാണ് മധുബഹായിൽ നിന്ന് ഈ മിശിഹായെ സൂചിപ്പിക്കുന്ന സുവിശേഷ ഗ്രന്ഥം മാത്രം, ബൈബിളും അല്ല പുതിയ നിയമവും അല്ല, സുവിശേഷ ഗ്രന്ഥം തന്നെ എടുത്ത് മുഖം മറച്ച് മധുബഹായിൽ നിന്ന് സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് പടികൾ ഇറങ്ങി ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന ബേമയിലേക്ക് കടന്നു വരുന്നത് ഈ മിശിഹായുടെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യാവതാരം മുതൽ ഉത്ഥാനം വരെയുള്ള രക്ഷാരഹസ്യങ്ങൾ മുഴുവനും അവയുടെ മിസ്റ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് അനുഭവിക്കുന്നതും ആചരിക്കുന്നതുമാണ്. അത് ഒരേ സമയം ഭൗമിക സമയത്തിലും സ്വർഗീയ സമയത്തിലും, കൈറോസ് ആൻഡ് ക്രോണോസ്, രണ്ട് സമയത്തിൽ നിന്നാണ് ആഘോഷിക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ വിശുദ്ധ കുർബാനയിലെ ആഘോഷം അത് വെറുതെ ഒരു ലാസ്റ്റ് സപ്പറിന്റെ ആഘോഷമല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇത് തിയോളജിക്കൽ ഫോക്കസുകളാണ്. ഒരു ഈ കൺഫ്യൂഷൻസ് ഒക്കെ ആളുകളിൽ ഉണ്ടാക്കാവുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ പറയാം അത് ലാസ്റ്റ് സപ്പർ കേന്ദ്രീകരണം, അപ്പൊ സപ്പറിന്റെ ക്യാരക്ടർ ഉണ്ടാകും. മറ്റൊരു സ്ഥലത്ത് നമുക്ക് പറയാം അത് തീർത്ഥാടക സമൂഹത്തിന്റെ ഇതാണ്, അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടർ ഉണ്ടാകും. സത്യത്തിൽ എല്ലാ ക്യാരക്ടറുകളും അതിനകത്തുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് സഭ കൊടുക്കുന്ന വ്യാഖ്യാനവും അതിന്റെ ഫോക്കസുകളും സഭയാണ് നിശ്ചയിച്ച് നൽകുന്നത്. അപ്പോൾ തിരുസഭ എന്ത് തരത്തിൽ അത് നിശ്ചയിച്ച് നൽകുന്നോ ആ അർത്ഥത്തിൽ നമ്മൾ അത് അർപ്പിക്കുമ്പോഴാണ് അത് സഭയുടെ വിശുദ്ധ കുർബാനയാകുന്നത്. വിശുദ്ധ കുർബാന ഒരിക്കലും ഒരു വ്യക്തിയുടേതല്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന ഉണ്ടാക്കുന്നത് പോലെയോ ഒരു കൂട്ടം ദൈവശാസ്ത്രജ്ഞന്മാരോ ലിറ്റർജിസ്റ്റുകളോ എഴുതിയുണ്ടാക്കുന്നത് പോലെയല്ല. സഭയിൽ സഭാപിതാക്കന്മാരുടെ കാലം മുതൽ നൽകപ്പെട്ടിട്ടുള്ള, സഭ റിസീവ് ചെയ്തിട്ടുള്ളതാണ്, സത്യം പറയാം സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ ആരാധനാക്രമം. അപ്പൊ അതുകൊണ്ട് ആ ആരാധനാക്രമത്തെ നൽകിയിരിക്കുന്നത് മെത്രാന്മാരുടെ കൈകളിലേക്കാണ്, മെത്രാൻ സംഘത്തിന്റെ കയ്യിലേക്കാണ്. അവരാണ് അതിന്റെ കസ്റ്റോഡിയൻസ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആരോട് ഇതിന്റെ അഭിപ്രായം പോലും ചോദിക്കേണ്ട കാര്യമില്ല. അതിന്റെ റൂബ്രിക്സ് നിശ്ചയിക്കാനൊന്നും അഭിപ്രായം ചോദിക്കേണ്ട കാര്യം പോലെ, കാരണം ദേ ആർ ദ കസ്റ്റോഡിയൻസ്.
അവർക്ക് വേണമെങ്കിൽ ഉപദേശത്തിന് വേണ്ടിയിട്ട് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് എൻറിച്ചഡ് ആകാൻ വേണ്ടി ശ്രവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവരത് കേൾക്കേണ്ട ആവശ്യം പോലുമില്ല. അവരാണത് പഠിപ്പിക്കേണ്ടവർ. അങ്ങനെയാണ് സഭയുടെ ക്രമീകരണം. തിരുസഭയുടെ ക്രമീകരണം അപ്പസ്തോലന്മാരെയാണ് ഈ കുദാശ പരമേൽപ്പിച്ചത്. നമുക്കറിയാലോ, 12 അപ്പസ്തോലന്മാരെയാണ് പരമേൽപ്പിച്ചത്. അവരോടാണ് നിങ്ങൾ ഇത് എന്റെ നാമത്തിൽ ചെയ്യുവാനെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അവരുടേതാണ് അത്. അവരാണിത് പരികർമ്മം ചെയ്യുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. വൈദികര് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളല്ല. അവരുടെ പിൻഗാമികളുടെ കൈവെപ്പ് സ്വീകരിച്ചിട്ട് അവരുടെ പ്രതിനിധികളായി, അവരുടെ വികാരികന്മാരായി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ്. അതായത് മെത്രാന്റെ കരങ്ങൾ മാത്രമാണ്. മെത്രാന്റെ ഹിതം നിറവേറ്റുക എന്നത് മാത്രമാണ് വൈദികന്റെ ദൗത്യം. കാരണം വൈദികന് ലഭിക്കുന്നത് മേൽപ്പട്ടമല്ല, പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയല്ല, മെത്രാൻ സ്ഥാനമല്ല. വൈദികൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് മെത്രാന്റെ ശുശ്രൂഷയുടെ കൂട്ടായ്മയിലേക്കാണ്. എന്നാൽ മെത്രാൻ കൈവെപ്പ് വഴി അഭിഷേകം ചെയ്യപ്പെടുന്നത് സൈഹി കൂട്ടായ്മയിലേക്കാണ്, മെത്രാൻ സംഘത്തിന്റെ കൂട്ടായ്മയിലേക്കാണ്. ആ സംഘത്തിനാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സംഘം അത് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുകയും ജനത്തിന് നൽകുകയും ചെയ്യുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പരിധി വരെ നമ്മൾ നടത്തേണ്ടതല്ല ഈ ലിറ്റർജിക്കൽ ഡിസ്കഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ചും വ്യാഖ്യാനിച്ചും കണ്ടെത്തി അവരെ ഉപദേശിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതല്ല. അത് സഭയിൽ ആദിമസഭ മുതൽ അനുഷ്ഠിച്ചു വരുന്ന, സ്വീകരിച്ചിരിക്കുന്ന ആ രഹസ്യങ്ങളെ ശ്ലീഹന്മാരുടെ കരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ വലിയ വിശിഷ്ടമായ ദാനത്തെ നന്ദിയോടെ സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. അത് ഞാനും അൽമായരായിരിക്കുന്ന ആളുകളും ഒക്കെ അങ്ങനെയാണ്. മെത്രാൻ സംഘം പോലും അങ്ങനെയാണ്. അവർ തന്നെ തരികയും അവർ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യും. അവരും ഈ കാര്യത്തിൽ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ഓർക്കേണ്ട കാര്യം. പറഞ്ഞു വന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. നമുക്ക് പിന്നീട് ലിറ്റർജിയെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാം. അത് ഈശോയുടെ ഏതെങ്കിലും ഒരു ചില പ്രവൃത്തികളുടേതല്ല, രക്ഷാകര കർമ്മത്തിന്റെ സമഗ്രതയാണ്. ഇനി അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ പോലും സഭാഗാത്രം പിതാവിനോട് അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. സഭാഗാത്രം പിതാവിന് അർപ്പിക്കുന്ന പ്രാർത്ഥന. കാരണം എന്താണ്? സഭാഗാത്രം ക്രിസ്തുഗാത്രമാണ്. മിശിഹ ശിരസായിരിക്കുന്ന, മിശിഹായുടെ അവയവങ്ങളായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മിശിഹ തന്നെയാണ് അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെമിനാരി പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു വലിയൊരു ആശങ്കയായിരുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറയുന്ന ആ കുർബാന ഭാഗം അതെന്തുകൊണ്ടാണ് നമ്മളോട് പറയുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആ പ്രാർത്ഥന നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. ആ പ്രാർത്ഥന മുഴുവനും പിതാവെ അവിടുന്ന് ചെയ്ത കാര്യം അങ്ങയോട് എന്ന് പറഞ്ഞിട്ടാണ്. പിതാവിനോടുള്ള സംഭാഷണമാണ് അനാഫറയിൽ മുഴുവനും. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെയൊക്കെ ആ അർത്ഥത്തിൽ, അതിന്റെ ലിറ്റർജിക്കൽ പ്യൂരിറ്റിയിൽ ഗ്രഹിച്ച് തുടങ്ങണം നമ്മൾ. അതിനെ വിധേയത്വത്തോടും സ്നേഹത്തോടും കൂടെ ശ്രവിച്ചു തുടങ്ങണം. കാരണം ലിറ്റർജി ഈസ് എ ഗിഫ്റ്റ്. അത് സഭ സ്വീകരിച്ചിരിക്കുന്ന ദാനമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രാമയോ ഒരു പ്രോഗ്രാമോ അല്ല. നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിൽ ഞാനിപ്പോൾ ഉണ്ടാക്കാം, ഞാൻ കുറച്ച് നല്ല 2 പ്രാർത്ഥന എഴുതാം എന്ന് പറയുന്ന പോലെയല്ല. അതുകൊണ്ടൊക്കെയാണ് വിശുദ്ധ കുർബാനയ്ക്കകത്ത് ഈ ആളുകൾ വായി വരുന്ന പാട്ടുകളൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് നല്ല പാട്ടാന്നൊക്കെ പറഞ്ഞ് പാടുന്നതൊന്നും അതിന് യോജിക്കുന്നതേ അല്ല. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം അവയൊക്കെ ആരാധനാക്രമ ഗീതങ്ങൾ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള പാട്ടുകൾ പാടേണ്ട സ്ഥലങ്ങൾ മറ്റെവിടെയും പാടാം. നോവേനകൾക്ക് അത് ഇഷ്ടം പോലെ പാടാം. ജപമാലയുടെ ഇഷ്ടം പോലെ പഠിക്കും. വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്ന സമയത്ത് ഇഷ്ടം പോലെ പഠിക്കും. പക്ഷേ when you come to sacraments, അത് സഭയുടേതാണ്, സഭയുടെ നിധിയാണ്. അത് പരീക്ഷിക്കപ്പെടേണ്ടതാണ്. പരീക്ഷിക്കുന്നത് മെത്രാൻ സംഘമാണ്. അവരുടെ കരങ്ങളിൽ അത് ഭദ്രമായി ഇരിക്കണം. അവരുടെ കൈകളിൽ ഭദ്രമായി ഇരിക്കാൻ നമ്മൾ അനുവദിക്കുകയും വേണം. ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ പാപമോക്ഷത്തിന് വേണ്ടി തിരുസഭ കൽപ്പിക്കുന്ന പ്രവൃത്തികളും പ്രാർത്ഥനകളും ഏതൊക്കെയാണെന്നൊന്ന് ചുരുക്കി പറയാമോ? പാപമോക്ഷത്തിന് വേണ്ടിയല്ല, അവരുടെ ശിക്ഷയുടെ പരിഹാരത്തിന് വേണ്ടി. അതായത് പാപം അവര് മോചിക്കപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവുകയുള്ളൂ, അല്ലെങ്കിൽ നരകത്തിൽ പോകും. മരിച്ച ഒരു വിശ്വാസി പാപത്തോടു കൂടെ അല്ല ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നത്, പാപം മോചിക്കപ്പെട്ടു. ഇവിടെ നടക്കുന്നത് അവരുടെ കടങ്ങളുടെ പൊറുതിയൊക്കെയാണ്. പാപങ്ങളുടെ മോചനമല്ല, കടങ്ങളുടെ പൊറുതിയാണ്, ശിക്ഷാവിധിയുടെ പൂർത്തീകരണമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഓർമ്മയ്ക്കായി, അവരുടെ സഹനങ്ങൾ ഇളവ് ചെയ്യപ്പെടുന്നതിനായി വിശുദ്ധ കുർബാന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുസഭയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്.
അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന നിയോഗം സമർപ്പിച്ചു. നമ്മൾ മരിച്ചുപോയി കഴിയുമ്പം ചാച്ചന്റെ നിയോഗത്തിൽ കുർബാന അർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ഫോർമലായിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ പങ്കെടുക്കുന്ന കുർബാനയിലൊക്കെ നമ്മൾ ആ നിയോഗം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവർക്ക് വേണ്ടി എല്ലാ വ്യക്തിക്കും ഒരു നിയോഗം സമർപ്പിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ വിശുദ്ധ കുർബാനയിൽ. ഞാൻ പിന്നീട് ലിറ്റർജിയെ കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ അത് ഓർക്കുമ്പോൾ പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് സമർപ്പിക്കാം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദണ്ഡവിമോചനം സ്വീകരിക്കാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൃത്യമായി എടുത്തു പറയുന്നത് ഈ മരിച്ചവരുടെ ഓർമ്മ ദിവസം സെമിത്തേരി സന്ദർശിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങനെ ദണ്ഡവിമോചനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം അത് മരിച്ചവർക്ക് വേണ്ടി ദണ്ഡവിമോചനം സ്വീകരിക്കാൻ, അവരുടെ ദണ്ഡനത്തിൽ നിന്ന് മോചനം സ്വീകരിക്കാനുള്ള സാധ്യത ആ ദിവസം പരിശുദ്ധ സഭ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റ് പ്രാർത്ഥനകൾ, മരിച്ചുവിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്തിൽ എന്ന് പറയുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, പിന്നെ മറ്റ് എല്ലാ പ്രാർത്ഥനകളും ഇതിനോട് കൂട്ടിച്ചേർന്ന് പോകാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയാണെന്നും രണ്ടാമത് ദണ്ഡവിമോചനമാണെന്നും എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം നമ്മുടെ ന്യായമായ സഹനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ വഴക്കുണ്ടാക്കി ആളെന്നെ പിടിച്ചിടിച്ചു, ആ സഹനം സമർപ്പിക്കുന്നതിനെ കുറിച്ചല്ല. നമ്മള് നന്നായി നല്ലത് ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന, ഞാൻ അർഹിക്കുന്നില്ലാത്ത സഹനങ്ങൾ, അങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ രോഗങ്ങൾ ഉൾപ്പെടെ അവയൊക്കെ അവരുടെ സഹനത്തിന് വേണ്ടി കൂടെ നമുക്ക് കാഴ്ചവെക്കാവുന്നതാണ്. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിശ്വാസ പ്രമാണത്തിന്റെ ഗാനാരൂപത്തില് മാറി മാറി പാടുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള ഇത് കേട്ടു. എനിക്കതൊരു പുതിയ അറിവാണ് എന്തായാലും. പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയം വന്നത് എങ്ങനെയാണ്, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തന്നെ കാർമികൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണ് ജനം അതിന്റെ കൂടെ ചെല്ലുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ആ കാർമികൻ ചെല്ലുന്ന സമയത്തും അത് നമ്മൾ കേൾക്കുകയും നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥന വരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ കൂടി ചെല്ലുന്നത് എന്ന് പറഞ്ഞ പോലെ, നമ്മളിപ്പോ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയം ഒരാൾ ചെല്ലും, അതിന്റെ ബാക്കി പരിശുദ്ധ മറിയം അടുത്ത ആൾ ചെല്ലും. അപ്പൊ ഇത് അങ്ങനെ ചെല്ലുമ്പോൾ രണ്ടു കൂട്ടരും കൂടി ഒരു കൂട്ടായ പ്രാർത്ഥനയിലൂടെയാണല്ലോ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലി പോകുന്നത്. അപ്പൊ ഇത് നമ്മളൊരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാട്ട് പാടുന്ന സമയത്തും ഒരാൾ പാടുമ്പോഴും ബാക്കിയുള്ള എല്ലാവരും ആ പാട്ട് മനസ്സിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ മനസ്സിലൂടെ ആ പാട്ട് കടന്നു വരുന്നില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചുകൂടി പൂർണ്ണതയിലേക്ക് എത്തൂലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു, മനസ്സുകൊണ്ട് പങ്കുചേരുന്നു എന്നുള്ള ന്യായങ്ങളൊക്കെ വേണേൽ ആളുകൾക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയാൻ ബാധ്യസ്ഥരായിരിക്കുന്ന ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ള ടൈമാണ് വിശുദ്ധ കുർബാന മധ്യ ലിറ്റർജിയുടെ നടുവിലുള്ള വിശ്വാസ പ്രഖ്യാപനം. അപ്പൊ അതിനകത്ത് കാർമികൻ ചെയ്യുന്നത് ആരംഭിച്ചു കൊടുക്കുകയാണ്, ദൈവജനത്തെ വിശ്വാസം പ്രഖ്യാപിക്കാനായി ആഹ്വാനം ചെയ്യുന്നതാണ്. ഇനി ആ ആഹ്വാനത്തിന്റെ ക്രീഡിന്റെ ഫസ്റ്റ് ലൈൻ സത്യത്തിൽ ഒരു ആമുഖമാണ്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് തുടർന്ന് വിശദീകരിക്കാൻ പോകുന്നത് മുഴുവനും. തുടർന്നുള്ള ഓരോന്നിലും വിശദീകരിക്കുന്നത് ആ ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്, തുടർന്ന് അങ്ങനെ 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 വിശദീകരിക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കാർമികന്റെ ആഹ്വാനത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. കാർമികൻ തന്നെ നിലകൊള്ളുന്നത് ദൈവജനത്തിന്റെ പ്രതീകമായിട്ടും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് സഭയുടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് കാർമികൻ അത് ചൊല്ലുന്നത്. അങ്ങനെ ഒരു അർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് ഇതൊരു ആഹ്വാനമാണ്, ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിനകത്ത് ഈ റാറ്റ്സിക്കൻ പാപ്പയൊക്കെ ഞാൻ ക്രീഡിനെ കുറിച്ച് പിന്നീട് പറയാം. അതിനകത്ത് ഉപയോഗിക്കുന്ന ഐ പോലും ഞാൻ വിശ്വസിക്കുന്നു പറയുന്നത് പോലും ഇറ്റ്സ് എ കളക്റ്റീവ് ഐ ആണ്, അതൊരു വി ആണ്. അപ്പം ഈ കാർമികൻ പറഞ്ഞു തുടങ്ങിക്കൊടുക്കുന്നത് അത് സമൂഹത്തിന്റെ മുഴുവനും പാപങ്ങൾ സംവഹിച്ചുകൊണ്ട് ഗാഗുൽത്ത മലയുടെ മുകളിൽ പോയി നിൽക്കുന്ന മിശിഹായെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ആ ജനത്തിന്റെ മുഴുവനും സ്വരം എടുത്തുകൊണ്ടാണ് വൈദികൻ പ്രഖ്യാപിച്ചു തുടങ്ങുന്നത്. ആ വൈദികന്റെ പ്രഖ്യാപനത്തോട് സഭാഗാത്രം മുഴുവനും കൂടിച്ചേരുകയാണ്. അതുപോലെയല്ല നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനകൾ മാറി മാറി ചെല്ലുന്നതെന്നാണ് അതിനകത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്കിത് രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നന്മ നിറഞ്ഞ അല്ല സ്വർഗസ്വനായ പിതാവെ മാറി മാറി ചെല്ലുന്നുണ്ടല്ലോ, അതുപോലെ ഇതും ചെയ്തുകൂടെ? അച്ഛൻ ഒരു ഭാഗം ചെല്ലുന്നു, ബാക്കി നമ്മൾ ചെല്ലുന്നു, അങ്ങനെയല്ല എന്നതാണ് എൻ്റെ പെട്ടെന്ന് നമ്മൾ പറയേണ്ട ഒരു കാര്യം. അച്ഛൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലത്തീൻ കുർബാനയിലൊന്നും ഏഴ് ദിവസങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലാറില്ലല്ലോ.
അതിനെ കുറിച്ചൊന്നും. അതായത് വിശുദ്ധ കുർബാനയില് ഐച്ഛികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഐച്ഛികം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കാർമ്മികന് ചൂസ് ചെയ്യാവുന്നതിനാണ് ഐച്ഛികം ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇനി വിശേഷ ദിവസങ്ങളിലും തിരുനാളുകളിലും ഒക്കെ നിർബന്ധമായും ചെല്ലേണ്ടതുണ്ട്, അങ്ങനെ ചെല്ലണ്ടാത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ അർത്ഥം മറ്റു ദിവസങ്ങളിൽ ചെല്ലണ്ട എന്ന് നിയമമുണ്ട് എന്നല്ല. എല്ലാ ദിവസവും ചെല്ലാം, പക്ഷെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നിർബന്ധമായും ചൊല്ലിയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഐച്ഛികം ഉപയോഗിക്കുന്നതാണ്, ഒരു കുർബാനയിൽ ഉപയോഗിക്കാൻ അവകാശമുണ്ട്, അത് സഭ നൽകിയിട്ടുണ്ട്. അച്ഛായിരിക്കട്ടെ, ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉള്ളത്. സാധാരണ ഇതിൽ ഈ തിരുനാളുകളിലൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് വികാരി അച്ഛന്മാര് അന്ന് ക്ഷണിക്കപ്പെട്ട അച്ഛന്മാർക്ക് നന്ദിയൊക്കെ പറയുമ്പോൾ, അതായത് മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ വിശുദ്ധരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും അനുഗ്രഹം ദൈവത്തിൽ നിന്നല്ലേ, മാതാവിന്റെയോ അല്ലെങ്കിൽ വിശുദ്ധരുടെയോ മാധ്യസ്ഥം മാത്രമല്ലേ വരുന്നത്? സാധാരണ അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പൻ മകനെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറയില്ലേ, യാക്കോബ് അനുഗ്രഹിച്ചു എന്ന് പറയുന്ന പോലെ, അബ്രഹാം അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അനുഗ്രഹം ഒരു മനുഷ്യന്റെ കരങ്ങളിൽ നിന്നും നൽകാം. അച്ഛനെ ആശീർവദിക്കുമല്ലോ, അച്ഛനെ ആശീർവദിക്കുന്നു, ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്, ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നു, ഇതല്ലേ മലയാളത്തിലെ വാക്കുകളുടെ ഒരു ചെറിയ പ്രശ്നങ്ങളാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രിയ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ ജീവിതത്തിന് മാതൃകയും വഴികാട്ടിയും ഞങ്ങളുടെ അമ്മയും മാത്രമല്ല, അങ്ങയുടെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ പ്രതീകം കൂടിയാണ്. പരിശുദ്ധ മാതാവിനോട് ചേർന്ന് ദൈവിക രഹസ്യങ്ങൾ പഠിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുപോലെ മാതാവിൻ്റെ മടിയിലിരുന്ന് മിശിഹായുടെ മുഖം ദർശിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിശ്വം മിശിഹായുടെ കൃപയും അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.